നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2026 ഓഗസ്റ്റ് മാസം 9-ാം തീയതി നാം ഒന്നിച്ച് മൊഴിരാത്രി പ്രാർത്ഥനയുടെ ബന്ധത്തിൽ കൂടി വരുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് തന്ന ദൈവസ്നേഹത്തിന് കോടാനുകോടി സ്തോത്രമർപ്പിക്കുന്നു. ഇന്ന് ഈ രാത്രിയിൽ നാം ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്കൊത്തവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ പകരപ്പെടുവാൻ വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒരിക്കൽ കൂടി കർത്തൃനാമത്തിൽ വന്ദനം ചെയ്തുകൊണ്ട് ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയ്ക്കായി നമുക്ക് ഏറ്റവും പരിചിതമായിരിക്കുന്ന ഒരു ദൈവവചനം വായിച്ച് ചില ചിന്തകൾ ഒന്നിച്ച് ചിന്തിപ്പാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. അതിനായി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം വായിക്കുന്നു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അവർ പറഞ്ഞു. നമുക്ക് വളരെ അറിയാവുന്നതും പരിചിതമായതും നാം പലപ്പോഴും ഉരുവിടുകയും മറ്റുള്ളവരോട് പറയുകയും പ്രത്യേകിച്ച് പല സ്ഥലങ്ങളിലും പബ്ലിക്കായിട്ട് പരസ്യമായിട്ട് എഴുതി വയ്ക്കുന്ന ഒരു വാക്യമാണിത്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അവർ പറഞ്ഞു. ഈ കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന ദൂത് അത് സാത്താൻ ഒരിക്കലും ഇഷ്ടമുള്ളൊരു ദൂതല്ല. അവൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഈ വചനം. കാരണം യേശുവിൽ വിശ്വസിച്ചാൽ നശിച്ചു പോകത്തില്ല, രക്ഷ പ്രാപിക്കും എന്നുള്ളത് നാശകനായിരിക്കുന്ന പിശാച് എപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അവൻ അതിനെ എപ്പോഴും വിഘാതം സൃഷ്ടിക്കും. ഒരൊറ്റ മനുഷ്യൻ പോലും രക്ഷപ്പെടരുത്, ഒരുത്തൻ പോലും നിത്യരക്ഷയിലേക്ക് വരരുത്, ഒരു കുടുംബം പോലും സമാധാനത്തിൽ വരരുത്, സന്തോഷത്തിലാകരുത്. നാശം മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നാശത്തിന്റെ ശക്തിയായിരിക്കുന്ന പിശാച് അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് ദൈവത്തിന്റെ വചനം പറഞ്ഞു, ദൈവത്തിന്റെ വചനത്തെ തടയാൻ ആർക്കും കഴിയത്തില്ല. ദൈവവചനത്തിനോ ബന്ധനമില്ല. സാത്താന് പലരെയും ബന്ധിക്കാൻ കഴിയും, പക്ഷേ ക്രിസ്തുവാകുന്ന വചനത്തെ ബന്ധിപ്പാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ വചനം കൊണ്ടാണ് സാത്താന്റെ പ്രവൃത്തികളെ അഴിക്കുന്നത്. അപ്പോൾ ദൈവവചനം അഴിക്കുന്നതാണ്, അതിനെ ബന്ധിക്കാൻ കഴിയത്തില്ല. നമുക്കറിയാം, അഴിക്കാൻ ശക്തിയുള്ളതാണെങ്കിൽ അതിനെ ബന്ധിക്കാൻ ആർക്കും കഴിയത്തില്ല. എത്ര വലിയ ബന്ധനമാണെങ്കിലും ആ ബന്ധനത്തെ അഴിക്കാൻ കഴിവുള്ള ദൈവപുത്രന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ അവിടെ ആ വിഷയങ്ങൾ അഴിഞ്ഞു മാറും. അപ്പോൾ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അതിന്റെ അർത്ഥം സാത്താൻ ബന്ധിച്ചു, മനുഷ്യനെ കെട്ടി എന്നാണ് കാണുന്നത്. അവനെ ഏതെല്ലാം നിലവാരത്തിൽ മനുഷ്യനെ ബന്ധിച്ചു എന്നുള്ളത് നമുക്കറിയാം. അവന്റെ സ്വാതന്ത്ര്യത്തെ അവൻ ബന്ധിപ്പാനിടയാത്തന്നു. ദൈവമായിട്ടുള്ള ബന്ധത്തെ അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അവന്റെ സമാധാനത്തിന്റെ ആ സ്വാതന്ത്ര്യത്തെ ബന്ധിച്ചൊതുക്കാനിടയാത്തന്നു. അങ്ങനെ ശാരീരികമായി, മാനസികമായി, ആത്മീയമായി എല്ലാ മേഖലകളിലും ബന്ധിക്കപ്പെട്ട ഒരു മനുഷ്യ സമൂഹത്തെ നോക്കി ദൈവവചനം വിളിച്ചു പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നമുക്കറിയാം, ഒരു കുടുംബത്തിൽ ഒരുവൻ നാശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ നാശം ആ കുടുംബത്തെ മുഴുവനും പിടിക്കും, അല്ലേ? ഇങ്ങനെയല്ലേ? ആ ഒരു കുടുംബത്തിൽ ഒരു വിഷയമുണ്ടായാൽ, ഒരു ഭാരമുണ്ടായാൽ സ്വസ്ഥത നഷ്ടപ്പെടും, സമാധാനം നഷ്ടപ്പെടും. അവിടെ പ്രശ്നങ്ങൾ അലയടിച്ചുയരുമ്പോൾ ആ കുടുംബത്തിലുള്ള ആർക്കും സ്വസ്ഥ അനുഭവിക്കാൻ കഴിയത്തില്ല. എന്നാൽ കർത്താവിൽ വിശ്വസിക്കുമ്പോൾ, ഒരാൾ വിശ്വസിക്കുമ്പോൾ അതിൻ്റെ മാറ്റം ആ കുടുംബത്തിൽ ഉണ്ടാകുമെന്നാണ് ഇവിടെ പറയുന്നിരിക്കുന്നത്. ഒരു വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ആ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുവാൻ ദൈവത്തിന് കഴിയും. ഒരു കർത്താവിൽ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവായിട്ടുള്ള ബന്ധത്തിൽ ഒരു ഭവനം വരുമ്പോഴുള്ള മാറ്റങ്ങൾ വളരെ വലുതാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ചുരുക്കം ചില ഭവനങ്ങളിൽ കടന്നുപോയതിനെ കുറിച്ച് ദൈവത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
കർത്താവ് ഏതെല്ലാം ഭവനങ്ങളിൽ പോയെന്നുള്ളത് എല്ലാം രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ പ്രത്യേകമായ സന്ദർഭങ്ങളിൽ യേശു കർത്താവ് കടന്നുപോയ മേഖലകളുണ്ട്, ചില ഭവനങ്ങളുണ്ട്. പൊതുവായിട്ട് യേശു സംസാരിച്ചിട്ടുണ്ട്, വഴിയിൽ വെച്ച് ദൈവം സംസാരിച്ചിട്ടുണ്ട്, കടൽക്കരയിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ട്, കടലിൽ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്, മലമേൽ കയറി സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ദൈവം പബ്ലിക്കായിട്ടൊക്കെ ദൈവം സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ കർത്താവ് ചില ഭവനങ്ങളിലേക്ക് അവൻ എഴുന്നള്ളിയിട്ടുണ്ട്. യേശു കർത്താവ് എവിടെയെല്ലാം ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം രക്ഷയുണ്ടായിട്ടുണ്ട്, വിടുതലുണ്ടായിട്ടുണ്ട്, സന്തോഷമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. യേശു കർത്താവ് തൻ്റെ അടയാളങ്ങളുടെ ആരംഭമായിട്ട് ചെയ്ത വിസിറ്റ് ചെയ്ത് സന്ദർശിച്ച ഭവനം നമുക്കറിയാം, കാനാവിലെ കല്യാണ വീട്. അപ്പം നമുക്ക് പരിചയമുള്ളൊരു വീടാണ്. ഞാൻ അന്ന് രാത്രിയിൽ ഈ സന്ദേശം എടുക്കുന്നത്. അപ്പോൾ കർത്താവ് സന്ദർശിച്ച വീട്, കർത്താവ് യേശുവിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നതിന് മുമ്പായി ഈ കർത്താവ് യേശു ആരാകുന്നു, അവൻ സന്ദർശിച്ച കുടുംബങ്ങളിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പൗലോസിനും അപ്പോസ്തലന്മാർക്കും നന്നായി അറിയാമായിരുന്നു. ക്രിസ്തു മുഖാന്തരം ഉണ്ടായ നന്മകൾ, വിടുതലുകൾ, സാക്ഷ്യങ്ങൾ നിരവധിയാണ്. അപ്പോൾ അങ്ങനെ കർത്താവ് കടന്നുപോയി അത്ഭുതം പ്രവർത്തിച്ച ഒരു, നമുക്ക് മറ്റ് പല ഭവനങ്ങളിൽ കർത്താവ് പോയിട്ടുണ്ടെങ്കിലും പ്രഥമമായിട്ടുള്ള അടയാളമായതുകൊണ്ട് നമുക്ക് ആ ഒരു വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ട് കനാവിലെ കല്യാണ വീട്ടിലാണ് യേശു ആദ്യമായി ഒരു ഭവന സന്ദർശനത്തോട് ബന്ധത്തിൽ അവൻ ക്ഷണിക്കപ്പെട്ടവനായി കടന്നുപോയത് നമ്മൾ ചിന്തിച്ചാൽ, ആ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ ആ കുടുംബത്തിൽ നടന്ന മാറ്റം എത്ര വലുതാണെന്ന് നമുക്കറിയാം. ഇത് അറിയാമെന്ന് പറഞ്ഞാൽ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ആ കുടുംബത്തെ നമുക്കറിയാം. ഇനി പത്രോസിൻ്റെ കുടുംബത്തിൽ യേശു പത്രോസിൻ്റെ അമ്മായിമ്മയുടെ സൗഖ്യത്തിന് വേണ്ടി കടന്നതിനെ നമുക്കറിയാം. മറിയയും മാർത്തയും ലാസറും പാർത്ത ഭവനത്തിൽ യേശു ക്ലാസ്സിലെടുക്കാൻ വേണ്ടി ചെല്ലുന്നതിനെക്കുറിച്ച് നമുക്കറിയാം. അതുപോലെ സക്കായുടെ കുടുംബത്തിൽ എരിഹോനുള്ള ബന്ധത്തിൽ അവിടെ എത്തിയതിനെക്കുറിച്ച് നമുക്ക് ദൈവവേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിയുടെ കുടുംബം, ലേവിയുടെ കുടുംബത്തിൽ യേശു ചെന്നു. വലിയ മാറ്റം അവിടെ വരുവാനിടയാത്തീർന്നു. യായിറോസിൻ്റെ കുടുംബത്തിൽ യേശു ചെല്ലുവാനിടയാത്തീർന്നു. പരീശനായ ശിമോന്റെ കുടുംബത്തിൽ യേശു കർത്താവ് ചെന്നിരുന്നു. അതുപോലെ കുഷ്ഠരോഗിയായിരുന്ന ശിമോന്റെ കുടുംബം ബേഥ്യാനിയിൽ കർത്താവ് ആഹ്വാനത്തിൽ ചെന്നു. അന്ത്യത്താഴം ശുശ്രൂഷ നിർവഹിച്ച കുടുംബത്തിൽ യേശു ചെന്നു. അതാണ് അവസാനമായി കർത്താവ് സന്ദർശിച്ചത്. അപ്പോൾ കാനാവിലെ കല്യാണത്തിൽ കർത്താവ് വീഞ്ഞ് ഉണ്ടാക്കി ശിഷ്യൻ അവിടെ ഉണ്ടായിരുന്നവർക്ക് കൊടുത്തു, വീഞ്ഞ് വീടാക്കി മാറ്റി. അത് കുറവുള്ളൊരു ഭവനമായിരുന്നു, പ്രയാസങ്ങളുള്ള വീടായിരുന്നു. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥിതി വരേണ്ട ഒരു വീടായിരുന്നില്ല. പക്ഷേ അവിടെ ചില കുറവുകൾ വന്നു, വീഞ്ഞ് കുറഞ്ഞുപോയി. പക്ഷേ അത് പരിഹരിക്കുവാൻ കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ആ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവ് കടന്നുപോയ കുടുംബങ്ങളിൽ വന്ന മാറ്റം അത്ഭുതാവഹമായ മാറ്റമാണ്. അതിൽ നമുക്ക് ഈ ബാക്കിയുള്ള കുടുംബങ്ങളെക്കുറിച്ചൊക്കെ അറിയാമെങ്കിലും വളരെ അധികം ചിന്തിക്കാതിരിക്കുന്ന ഒരു കുടുംബത്തെക്കുറിച്ചാണ് ഇന്ന് രാത്രി നാം ചിന്തിക്കാൻ പോകുന്നത്. മറ്റാരുടെയുമല്ല, മത്തായി എന്ന ലേവിയുടെ കുടുംബത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ച് അല്പസമയം ചിന്തിച്ചതിന് ശേഷമായി നാം പൊതുവായി ചില കാര്യങ്ങളെ ചിന്തിക്കുന്നതായിരിക്കും. അതിനകത്ത് ലൂക്കോസ് സുവിശേഷം എൻ്റെ 5-ാം അധ്യായം 5-ാം അധ്യായത്തിലാണ് കർത്താവ് ഈ ലേവി കുടുംബം അഥവാ മത്തായിയെ സന്ദർശിക്കുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ലേവി കുടുംബം, ലേവി എന്ന് പറയുമ്പോൾ മത്തായിയാണ് അവൻ, ലേവിയ കുടുംബ ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു. അവൻ്റെ പേര് മത്തായി എന്ന് ആക്കിയിരുന്നു. ഇവൻ വാസ്തവത്തിൽ പൗരോഹിത്യ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ അഥവാ സമാഗമന കൂടാരത്തോടെ ബന്ധത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യേണ്ട ഒരു ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നെങ്കിലും കർത്താവിൻ്റെ ആ ശുശ്രൂഷ സമയത്ത് ഇവൻ്റെ ഇരിപ്പിടം അത് ചുങ്കസ്ഥലത്തായിരുന്നു. അതിൻ്റെ ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനുശേഷം അവൻ പുറപ്പെട്ടു. ലേവി എന്ന പേരുള്ള ഒരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ സകലവും വിട്ട് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ലേവി തൻ്റെ വീട്ടിൽ
അവന് ഒരു വലിയ വിരുന്നൊരുക്കി. ചുങ്കക്കാരും മറ്റു വലിയൊരു പുരുഷാരം അവരോട് കൂടെ പന്തിയിരിക്കുന്നു. ഇതാണ് സന്ദർഭം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കർത്താവിനെ കുറിച്ചുള്ള ശ്രുതി ആ ദേശത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സമയത്ത് യേശുവുമായിട്ടുള്ള ഒരു വലിയ അടുപ്പത്തിലോ ബന്ധത്തിലോ ആയിരുന്നില്ല ഈ ചുങ്കക്കാരനായിരിക്കുന്ന ലേവി മത്തായി. അവൻ എന്നാൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള വലിയ ശ്രുതികൾ കേട്ടൊരു വ്യക്തിയായിരുന്നു. ഞാൻ വിചാരിക്കുന്നവൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നുണ്ടെങ്കിലും അതവൻ്റെ ജോലിയാണ്, അതവൻ്റെ ജീവിതമാർഗമാണ്, അല്ലെങ്കിൽ അവന് ആ സമയത്ത് പരമ്പരാഗതമായി കിട്ടിയ ഒരു ജോലിയാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സാണ് ചുങ്കം പിരിക്കുക എന്നുള്ളത്. അപ്പോൾ അവൻ്റെ കുടുംബം അത് ദൈവിക കാര്യങ്ങളിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ടാക്സ് കളക്ട് ചെയ്യുന്ന ഒരു ജോലിയിലേക്ക് അവൻ മാറി. പക്ഷേ ഇവന്റെ ഹൃദയം എപ്പോഴും ദൈവമായിട്ടുള്ളൊരു ബന്ധത്തിലായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ സന്ദർഭം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവന്റെ വീട്ടിലേക്ക് യേശുവിനെ കൊണ്ടുപോകത്തക്കവണ്ണമുള്ള ഒരു നിലവാരത്തിലേക്ക് അവന്റെ സ്ഥിതികൾക്ക് മാറ്റം വന്നത് യേശുവിൻ്റെ ഒരൊറ്റ വാക്കുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമുക്കത് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ മുമ്പുള്ള ഭാഗം വായിക്കുമ്പോൾ 5-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ ഒരു ദിവസം ഉപദേശിക്കുമ്പോൾ ഗലീലയിലും യഹൂദയിലുമുള്ള സകല ഗ്രാമത്തിൽ നിന്നും പുരുഷാരം, വേശ്യയിൽ നിന്നും പരീശന്മാരും ന്യായശാസ്ത്രമാരും അവിടെ ഇരുന്നിരുന്നു. സൗഖ്യമാക്കുവാൻ കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചില ആളുകൾ പക്ഷപാതം പിടിച്ച ഒരു മനുഷ്യനെ കിടക്കയിലെടുത്ത് കൊണ്ടുവന്നു അവരെ അകത്ത് കൊണ്ടുചെന്ന് അവന്റെ മുമ്പിൽ വെപ്പാൻ ശ്രമിച്ചു. പുരുഷാരം കേതുവായി അവനെ അകത്ത് കൊണ്ടു ചെല്ലുവാൻ വഴി കാണാഞ്ഞിട്ട് പുരമേൽ കയറി ഓട് നീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിന്റെ മുമ്പിൽ ഇറക്കി വെച്ചു. ഇത് ആരുടെ വീടാണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ സന്ദർഭങ്ങളെ വെച്ച് പഠിക്കുകയാണെങ്കിൽ, ഞാനത് കൃത്യമായിട്ട് പറയല്ല, ഒരു ഉപദേശമല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് പത്രോസിന്റെ വീടായിരുന്നു. കാരണം കബർന്നഹൂമിൽ വെച്ച് നടന്ന ഒരു സംഭവമാണിത്. കബർന്നഹൂമിലാണ് ഇത് നടക്കുന്നത്, കന്നുകൊണ്ടുള്ള ബന്ധത്തിലാണ്. അപ്പോൾ ഏതായാലും കർത്താവിന് അത്രമാത്രം വേണ്ടപ്പെട്ട ഒരു ഭവനമായിരുന്നു. നമുക്കറിയാം, കബർന്നഹൂമിൽ പത്രോസിന്റെ അമ്മാവിയമ്മയെ സൗഖ്യമാക്കുന്നതിനെ കുറിച്ച് ലൂക്കോസിന് സുവിശേഷം 4-ാം അധ്യായം 38-39 വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ അവനെ ശുശ്രൂഷിച്ചെന്നും അവിടെ പറഞ്ഞിരിക്കുകയാണ്. അവൾ എഴുന്നേറ്റ് യേശുവിനെ കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കാപ്പി ഇട്ട് കൊടുത്തെന്നല്ല എൻ്റെ അർത്ഥം. നമ്മൾ വിചാരിക്കുന്ന അതോടുകൂടി അവിടെ ചെന്നു, യേശു കൈക്ക് പിടിച്ചു, പത്രോസിന്റെ അമ്മായിയമ്മയെ പനിക്ക് ശാസിച്ചു, അവിടെ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു എന്നതിൻ്റെ അർത്ഥം യേശു അവിടെ താമസിച്ചിരുന്നു. അപ്പോൾ ആ വീട്ടിൽ യേശു ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ ഒരു ദിവസം ഉപദേശിക്കുമ്പോൾ ഈ വീട്ടിൽ കർത്താവ് ഉണ്ടായിരുന്നു. കർത്താവ് ചെന്ന് കഴിഞ്ഞാൽ ഏത് കിടക്കയിൽ കിടക്കുന്ന രോഗിയും എഴുന്നേൽക്കും. എന്നാൽ സാത്താന്റെ പ്രവൃത്തി മുഖാന്തരമായി അനേകരെ തളർത്തിക്കിടത്തും, രോഗിയാക്കി കിടത്തും. ശുശ്രൂഷിക്കേണ്ട ജീവിതങ്ങളെ രോഗിയാക്കി തീർക്കുന്ന അനുഭവമുണ്ടാകും. നമുക്കറിയാം, പത്രോസിന്റെ അമ്മാവിമ്മ യേശുവിനെ ശുശ്രൂഷിക്കേണ്ടതാ. പക്ഷേ യേശു ചെല്ലുന്നതിനുള്ള ബന്ധത്തിൽ മുമ്പായി കാണാൻ സാധിക്കുന്ന രോഗിയായി കിടക്കുകയാണ്. വളരെ ശ്രദ്ധിക്കണം. കർത്താവിന് പ്രയോജനപ്പെടുമെന്ന് കാണുന്ന വ്യക്തികളെ ഒക്കെയാണ് ശത്രു പലപ്പോഴും രോഗാവസ്ഥയിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്നാൽ അവിടെ അങ്ങനെ കിടക്കാൻ ദൈവം സമ്മതിക്കുകയില്ല. യേശുവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി ദൈവം കണ്ടിരിക്കുന്ന വ്യക്തികൾ ഇന്ന് രാത്രി ആരുമാകട്ടെ, കർത്താവിന് വേണ്ടി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ പോലും കർത്താവ് മറന്നു കളയത്തില്ല. ആ ശുശ്രൂഷ നിർവഹിക്കാൻ വേണ്ടി ദൈവം ആ ഭവനം സന്ദർശിച്ചിരിക്കും. രാത്രിയിൽ ഞാൻ ഈ സന്ദേശം അറിയിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന നമ്മുടെ തലമുറകളുടെ മേൽ, കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ സന്ദർശനം ഉണ്ടായിരിക്കും. അവൻ സന്ദർശിച്ച് നമ്മുടെ സ്ഥിതിയെ മാറ്റും. കർത്താവ് സന്ദർശിച്ചു കഴിഞ്ഞാൽ സ്ഥിതിക്ക് മാറ്റം ഉണ്ടാകുമെന്ന്. അപ്പോൾ ദൈവിക സന്ദർശനം കൊണ്ട് സ്ഥിതികൾക്ക് മാറ്റമുണ്ടായ കുടുംബങ്ങളുടെ ചരിത്രം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ യേശു കടന്നുപോയ ഏത് കുടുംബം എടുത്ത് നമ്മൾ പഠിച്ചാലും അവരുടെ സ്ഥിതികൾക്ക് മാറ്റമുണ്ടായി. അവിടെ വലിയ ശാന്തത, സമാധാനം,
രക്ഷ ആനന്ദഘോഷം ഉണ്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ നമ്മളിത് ചിന്തിച്ചു വരുമ്പോൾ പത്രോസിന്റെ അമ്മായിയമ്മ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 38 മുതലുള്ള വാക്യങ്ങളെ, പിന്നെ അവൻ പള്ളിയിൽ ഇറങ്ങി ശിമോന്റെ വീട്ടിൽ ചെന്നു. ശിമോന്റെ അമ്മായിയമ്മ കഠിനജ്വരം കൊണ്ട് വലഞ്ഞിരിക്കിയാൽ അവൾക്ക് വേണ്ടി അവനോട് അപേക്ഷിച്ചു. അവൻ അവളെ കുനിഞ്ഞു നോക്കി ജ്വരത്തെ ശാസിച്ചു. അത് അവളെ വിട്ടുമാറി. അവൾ ഉടനെ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. അപ്പോൾ യേശു ശിമോന്റെ വീട്ടിലാണ് എത്തിയത്. അല്ലെങ്കിൽ ഈ വീടൊന്നും പൊളിക്കാൻ മറ്റാരും സമ്മതിക്കത്തില്ല. പത്രോസിന്റെ വീടായതുകൊണ്ടാ പൊളിക്കാൻ അനുവദിച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് ഈ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഞാൻ വിചാരിച്ചു ഇത്രമാത്രം ക്ഷമയുള്ള അനുവദിച്ചു കൊടുക്കുന്ന വ്യക്തി ആരാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു വീടിന്റെ മുകളൊക്കെ പൊളിച്ച് താഴോട്ട് ഇറങ്ങി വെക്കാനൊക്കെ അനുവാദം കൊടുക്കുക അല്ലേ? അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാതെ എല്ലാവരും അനങ്ങാതിരിക്കുക. അങ്ങനെ ഇരിക്കണമെങ്കിൽ ആ ഉടമസ്ഥൻ അതിനനുവദിച്ചു കൊടുത്തതുകൊണ്ടാണ്. അപ്പോൾ നിശ്ചയമായിട്ടും കർത്താവിന് അത്രമാത്രം അടുപ്പമുള്ള ഒരു വീടായിരുന്നു ഈ വീട്. കാരണം ഇവിടെ ശുശ്രൂഷിച്ചു എന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും യേശു ആ വീട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ യേശു അവിടെ ഉണ്ടെന്നുള്ള ശ്രുതിയോടുകൂടിയാണ് അവിടേക്ക് ഓരോരുത്തരോട് വരാനിടയാത്തത്. കർത്താവുള്ള വീട്ടിലേക്ക് ജീവിതങ്ങൾ വിടുതലിന് വേണ്ടി വരുവാനിടയാത്തന്നു. അപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ല. നമുക്കറിയാം, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും തിരക്കായിരിക്കും. നല്ല ശുശ്രൂഷകളൊക്കെ ആണെങ്കിൽ, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വീട്ടിൽ എപ്പോഴും ഗസ്റ്റ് ആയിരിക്കും. എപ്പോഴും ആൾക്കാർ വരും. യേശുവുള്ള വീടെന്ന് പറയുമ്പോൾ ആലോചിച്ച് നമുക്ക് എത്രയോ പേരാ വരുന്നതല്ലേ. ഞാൻ വിചാരിക്കുന്നത് കർത്താവടി ഉണ്ടെന്ന് പറഞ്ഞാൽ വീട്ടുമുറ്റം നിറയെ ആൾക്കാരാ, അകത്തും ആൾക്കാരാ. യേശുവിനെ ഒന്ന് കാണാൻ വേണ്ടി, അവൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി, അവൻ്റെ സ്പർശനം കേൾക്കാൻ വേണ്ടി അനേകർ കാത്തു നിൽക്കുകയാണ്. ഈ സമയത്താണ് 4 പേര് കൂടി ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് അടുത്ത് വരുന്നത്. അത് വിചാരിച്ചു, സാധാരണ രീതിയിൽ ഇങ്ങനൊരു രോഗിയെ കാണുമ്പോൾ എല്ലാവരും വഴി മാറി കൊടുക്കേണ്ടതാണ് അല്ലേ? സാധാരണ രീതിയിൽ അവിടെ വഴി മാറിക്കൊടുത്ത് കർത്താവിന് മുമ്പിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പ്രിഫറൻസ്, ഒരു മുൻഗണന കൊടുക്കേണ്ടതാണ് നിശ്ചയമായിട്ടത് അല്ല, അങ്ങനെയല്ലേ? പക്ഷെ ഇവരാരും മുൻഗണന കൊടുത്തില്ല. ഈ വ്യക്തിയെ കൊണ്ട് വന്നിട്ട് ആരും നോക്കിയില്ല. അത് ഞാൻ പറഞ്ഞത്, അവർ ശ്രദ്ധയോടെ നിൽക്കുന്നത് കർത്താവിന്റെ വചനത്തിലാണ്. അവിടെ നമ്മളാണ് നോക്ക്, ആരെങ്കിലും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മാറി കൊടുക്കും. അവർ കൊണ്ടുപോകും. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരാള് പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ച് പുള്ളി ഭയങ്കര ആവേശത്തോടെ ഇങ്ങനെ ഭയങ്കര വല്ലാതെ പുള്ളി വിഷമിച്ചപ്പം അടുത്തിരുന്ന് വ്യക്തി ഇങ്ങനെ പ്രാർത്ഥിച്ച, കർത്താവേ എനിക്കൊന്നും വേണ്ട, ഈ വെപ്രാളം പിടിച്ച പുള്ളിക്ക് മുഴുവൻ കൊടുത്തേക്കണമെന്ന് പ്രാർത്ഥിക്കാൻ ഇടയാത്ത എന്ന് പറഞ്ഞാൽ, ദൈവസന്നിധിയിൽ വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാവരും വളരെ ശ്രദ്ധയോടെ കർത്താവിന് വേണ്ടി നിൽക്കുകയാണ്. ഈ കർത്താവിന് വേണ്ടി കാത്തു നിൽക്കുന്ന, ദൈവത്തിന്റെ വചനം ഒട്ടുപോലും ഉപേക്ഷിക്കാൻ കഴിയാതെ വളരെ ശ്രദ്ധയോടെ വിടുതലിന് വേണ്ടി നിൽക്കുന്നവര് 4 പേരെയും കൊണ്ട് വന്നപ്പോൾ, 4 പേരൊരു പക്ഷപാതനെക്കൊണ്ട് ചുവന്ന് വന്നപ്പോൾ വഴിമാറി കൊടുത്തിരുന്നെങ്കിൽ, ഒന്ന് ഇറങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ ഈ പറയുന്ന പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷെ അവർ മാറിക്കൊടുത്തില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, അവരിതൊന്നും ശ്രദ്ധിച്ചില്ല. പക്ഷെ നമ്മുടെയൊക്കെ മീറ്റിങ്ങിൽ ചെറിയൊരു മൊട്ടുസൂചി വീണ് അന്നേരം നമ്മളൊക്കെ അതിലേക്ക് ശ്രദ്ധിക്കും അല്ലേ? അത്ര നമ്മുടെ ശ്രദ്ധ അത്രയേ ഉള്ളൂ. പക്ഷെ ഇവര് ഏകാഗ്രമായി യേശുവിന്റെ വാക്കിൽ ഇവര് ലയിച്ചിരിക്കുക. ഈ പറയുന്ന ആൾക്കാർ വന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഇവർക്ക് ശ്രദ്ധയെ മാറ്റാൻ പറ്റത്തില്ല. റിക്വസ്റ്റ് ചെയ്താൽ മാറത്തില്ല. രാത്രി ആ സന്ദർഭം മനസ്സിലാകണം. അല്ലെങ്കിൽ മനുഷ്യരാണ് ഇങ്ങനൊരു വന്നു കഴിഞ്ഞാൽ നമ്മളാണ് മാറിക്കൊടുക്കത്തില്ലേ? മാറിക്കൊടുക്കുന്ന നിശ്ചയമായിട്ട് വഴി കൊടുക്കുക. ഇവർക്ക് വഴി കൊടുക്കാൻ പറയും. ഒരു ആംബുലൻസ് പോവുകയാണെങ്കിൽ മറ്റുള്ള വണ്ടിക്കാർ നിർത്തി വഴി കൊടുക്കത്തില്ലേ? കൊടുക്കും. അതൊരു മര്യാദയും നിയമമാണ്. പക്ഷെ ഇവിടെ 4 പേര് ഒരുവനെ ചുമന്നുകൊണ്ട് ഒരുപാട് തന്നെ പോകാൻ കഴിയത്തില്ല. അപ്പോൾ ഇവനെ അവിടെ കൊണ്ടുപോകേണ്ട, ക്രിസ്തുവിന്റെ മുമ്പിൽ കൊണ്ടുചെല്ലേണ്ട ഒരു ആവശ്യകതയുണ്ട്. അല്ലെങ്കിൽ യേശു അവിടേക്ക് ഇറങ്ങി വരണം. ഏതെങ്കിലും ഒരു കാര്യം നടക്കട്ടെ. ഒന്നെങ്കിൽ അവന്റെ ആ രോഗിയെ അവിടെ വെളിയിലിട്ടിട്ട് യേശുവോട് പോയി പറയണം, ഞങ്ങൾ രോഗിയെ കൊണ്ടുവന്നിട്ടുണ്ട്, അവനെ സൗഖ്യമാക്കണമെന്ന്. കർത്താവിന് എല്ലാം അറിയാം. പക്ഷെ ഇവര് നോക്കിയപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമല്ല.
ഇവർ വിചാരിച്ചു നമുക്ക് പരിചയമുള്ള പത്രോസിന്റെ വീടാ, കയറിയേക്കാന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ല, ഇവര് ആൾക്കാരും മാറുന്നില്ല. അപ്പോൾ ഇവര് ഒരുമിച്ച് തന്നെ ഈ ഇവനെ വളരെ ബുദ്ധിമുട്ടി ആ വീടിന്റെ ആദ്യം കയറി ഓടൊക്കെ ഇറക്കി ഒരു സ്ഥലമൊക്കെ ഉണ്ട്, ഒരു കട്ടിലിറക്കാനുള്ള സൗകര്യം. ഇനി അങ്ങനെ കട്ടിൽ എങ്ങനെയാന്നുള്ളത് എനിക്കറിയത്തില്ല. നമ്മളെ പോലെ 4 പേര് ചുവന്നോട് കിടക്കോടെ കിടന്ന കട്ടിലാണ്. അപ്പൊ എങ്ങനെയായാലും ഒരു 6 അടി നീളം, ഒരു 3 അടിയെങ്കിലും വീതി ഉള്ള ഒരു കട്ടിലാണ്, അല്ലെങ്കിൽ 2 അടിയെങ്കിലും കാണും. നമുക്കറിയാം ഇന്നത്തെ കട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ 6.25 അടി നീളവും 6 അടി വീതിയുമുള്ള കട്ടിലുകളാണ്. ഇന്നത്തെ കട്ടിലുകളെല്ലാം അങ്ങനെയാണ് പണിയുന്നത്, 6.25, 6 എന്നുള്ള കണക്ക്. പണ്ടൊക്കെ അങ്ങനെ കണക്കൊന്നും ഇല്ലായിരുന്നു. കിട്ടുന്നത് അടിക്ക് വീടുണ്ട്, കട്ടിൽ പണിതാ പണിതു, ഉണ്ടെങ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ നിലത്താ കിടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാവരുടെയും സ്ഥിതികൾക്ക് മാറ്റം വന്നപ്പോൾ മാറ്റങ്ങളൊക്കെ ഒരുപാട് വന്നു. പക്ഷെ ഏതായാലും ഈ ഇവനെ കൊണ്ടുവന്നപ്പോൾ 4 പേർ ചുവന്നോട് വേണമെങ്കിൽ ഒരു 6 അടിയെങ്കിലും, ഒരു 6 അടി കട്ടില് നീളമുള്ള കട്ടില്, ഒരു 2 അടി അല്ലെങ്കിൽ വീതിയെങ്കിലും ഉള്ള ഒരു കട്ടിലാണ്. ഇത്രയും ഈ കട്ടിലിനെ മുകളിൽ നിന്ന് താഴോട്ട് ഇറക്കണമെങ്കിൽ അത്രമാത്രം ആ വീടിന് മാറ്റം വരും. ഇതെല്ലാം സംഭവിക്കുമ്പോഴും കർത്താവായ യേശു ക്രിസ്തു തന്റെ പ്രസംഗം നിർത്തിയില്ല. അവിടെ കൂടി വന്നവരാരും തന്നെ ഒരു വിഷയമുണ്ടാക്കിയില്ല. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എത്രമാത്രം യേശുവിന്റെ വചനത്തിൽ ആകർഷത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ പലപ്പോഴും ചിന്തിപ്പിക്കുന്നത്. ഞാൻ ആലോചിക്കുക, ഒരു വീട്ടിനകത്തോട്ട് ഈ മോളിൽ യേശു ഇരിക്കുന്നതിന്റെ മുകളിൽ ഈ മേൽക്കൂര നീക്കി, ഓടൊക്കെ നീക്കി, ഒരെണ്ണം പോലും താഴെ വീഴാതെ ഇവർ വളരെ സുരക്ഷിതമായി ഓട് നീക്കി ഇവനെ ഇറക്കാനായിട്ടുള്ള ഭാഗത്തുണ്ടാക്കി. ഇത് വീടുമായിട്ട് നല്ല ബന്ധമുള്ളവരാ. കാരണം ആ വീടിന്റെ സ്ഥിതി എന്താണെന്ന് അറിയാവുന്നവരാ വന്നവര് 4 പേര് ചുവന്നുകൊണ്ട് വന്നവന്. അപ്പൊ അതിനകത്ത് ചെയ്യാമെന്നും ആ വീട്ടിലേക്ക് കട്ടിലിനെ ഇറക്കാമെന്നും ഒക്കെയുള്ള അറിവുള്ളവരായിരുന്നു അവര്. അതുകൊണ്ടാണ് അവർ ധൈര്യപൂർവ്വം അങ്ങനെ കയറി. ഞാൻ വിചാരിക്കുന്നത് ആ വീട് പണിതപ്പം അതിങ്ങനെ പൊളിക്കണമെന്നും ദൈവത്തിന് ഉദ്ദേശമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടി ആ വീടിന്റെ മേൽക്കൂര പൊളിച്ചാലും ദൈവം നോക്കിയത്, അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ചത് അവനൊരു വിടുതലുണ്ടാകണമെന്ന്. ദൈവത്തിന്റെ ഉദ്ദേശം ഒരിക്കലും നമ്മുടെ നാശമല്ല, നമ്മുടെ രോഗാവസ്ഥയിൽ നാം കിടക്കുന്നതല്ല, നാം വല്ലാതെ ഞെരുങ്ങുന്നത് കാണാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെ ശാശ്വതമായ വിടുതലാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവർ അവനെ അവിടെ ഇറക്കി വെക്കുന്ന സമയത്ത് യേശുവിന്റെ മുമ്പിൽ അവനെ വെക്കുവാൻ അവർ കൊണ്ടുവന്ന് താഴെ വെച്ച് കഴിഞ്ഞപ്പോൾ, അതിന് മുമ്പ് കർത്താൻ അറിയുമ്പോൾ അവിടുന്ന് ഇറങ്ങി ഇവൻ ജനിച്ചപ്പോഴേ കർത്താൻ അറിയാവുന്നതാ, ഒരു പക്ഷപാതം പിടിച്ച് കിടക്കുമ്പോഴേ കർത്താൻ അറിയാവുന്നതാ. ദൈവം അവനെ കണ്ടിരുന്നു, ഈ പറയുന്ന സ്ഥലത്ത് കൊണ്ടുവരുമെന്ന്. ഒരു കാര്യം മുമ്പ് വരുമ്പോൾ മാത്രമല്ല നമ്മുടെ കർത്താവിനെ അറിയാവുന്നത്, അതിനു മുമ്പ് അവൻ അറിയാം. അതുകൊണ്ടാണ് പൊളിക്കാൻ പറ്റുന്ന ഒരു വീട്ടിൽ യേശു ഇരുന്നത്. ഇന്ന് രാത്രി സന്ദേശം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമ്മുടെ ഒരു വിഷയം വരുമ്പോഴല്ല അറിയുന്നത്, ആ വിഷയത്തിന് മുമ്പ് അതിനൊരു പരിഹാരം കണ്ടുകൊണ്ടാണ് കർത്താവ് നിശ്ചയമായിട്ട് വിഷയത്തിൽ ഇടപെടുന്നത്. ഇവരത് പൊളിക്കുമെന്നും ഈ രോഗി വരുമെന്നും അവനെ സൗഖ്യമാക്കണമെന്നും നസ്രയൻ അറിയാമായിരുന്നു. അപ്പൊ അങ്ങനെ യേശുവിന്റെ മുമ്പിൽ അത് ഇറക്കി വെച്ചപ്പോൾ പുരുഷാരം ഹേതുവായി അവനെ അകത്തു കൊണ്ടുചെല്ലാൻ വഴി കാണഞ്ഞിട്ടാണ് പുരമേൽ കയറി ഓട് നീക്കി അവനെ കിടക്കയോടെ നടുവിൽ യേശുവിന്റെ മുമ്പിൽ ഇറക്കി വെച്ചത്. ഏതായാലും കർത്താവ് ഇരിക്കുന്നിടത്ത് ഈ കട്ടിൽ ഇറങ്ങി വന്നപ്പോൾ അവിടെ ഇത് ഇറക്കി വെക്കാനുള്ള ഇട ഉണ്ടാകാനിടയാത്ത തോന്നുന്നു. എല്ലാവരും അതിശയിച്ചു പോയി, അല്ലേ? അതുവരെയും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയൊരു കാര്യമല്ല. എത്രമാത്രം ബന്ധപ്പെട്ടാണ് കിടക്കയോടെ അവന് താഴെ വീഴാതെ അവനെ വളരെ സുരക്ഷിതമായി അവിടേക്ക് അവരെ ഇറക്കി വെച്ചത്. സ്തോത്രം. ഇതിനകത്ത് ഞാൻ ഈ ദൂത് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും അവർ 4 പേരും കൂടെ ഇവനെ ഇറക്കുന്ന കയറ് വളരെ ചുമന്നുകൊണ്ട് വന്നത് ഒരുമിച്ച് അവരുടെ തോളിൽ ഒരു കുഴപ്പം കൂടാതെ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ മുമ്പോട്ട് യേശുവിനെ കൊണ്ടുപോകാൻ കഴിയത്തില്ല. അവിടെ കൊണ്ട് ഇട്ടിട്ട് പോയില്ല. ഒരു വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ വിഷയം ക്രിസ്തുവിന്റെ മുമ്പിൽ എത്തുവോളം
അതിന് പരിഹാരമുണ്ടാകുവോളം നാം അതിൽ നിന്ന് പിന്മാറാൻ പാടില്ല. തടസ്സങ്ങൾ ഏറെ വരും, പ്രതിസന്ധികൾ ഏറെ വരും. പക്ഷേ ആ വിഷയങ്ങളെ കണ്ടുകൊണ്ട് അവർക്കോട് വെച്ചിട്ട് പോയാൽ പോലെ ഞങ്ങൾ ഇത്രയും ചെയ്തു, ഇനിയും ബാക്കിയുള്ളത് എന്താണ് നടക്കണമെന്ന് പറഞ്ഞ് പോയാൽ പോലെ അല്ല. കർത്താവിനറിയാം, അവനെ അവിടുന്ന് ചുമന്നു കൊണ്ടുവന്നവരുടെ മനസ്സിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു, യേശു സൗഖ്യമാക്കും. യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ നിശ്ചയമായി ഒരു വിടുതലുണ്ടാകുമെന്നുള്ള ഒരു വലിയ വിശ്വാസത്തോടെയാണ് ഇവർ 4 പേരും കൂടി ഈ വ്യക്തിയെ ചുമന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളും ഇതുപോലെ ചില വിഷയങ്ങൾ ചുമക്കുന്നുണ്ട്. കാരണം അത് എന്നെയും നിങ്ങളെയും ഓരോരുത്തരും വഹിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കുന്നത്, നമ്മളെ ദൈവത്തിൽ വഹിച്ച് പ്രാർത്ഥിക്കുന്നത് നിശ്ചയമായിട്ടൊരു വിടുതലുണ്ടാകും എന്നുള്ള പ്രത്യാശയോടാണ് പ്രാർത്ഥിക്കുന്നത്. അതിനെയാണ് പ്രയർ ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. അതിനെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്, പ്രാർത്ഥനയുടെ സഹകരണം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇവർക്കറിയാം, മനുഷ്യനാണ്. ഇന്ന് ഈ തളർവാദി ഇവിടെ കിടക്കുന്നുണ്ട്. നാളെ ഇവനെ ചുമക്കുന്ന ഒരുവിന് അസുഖം വരാൻ പറ്റത്തില്ല. വരാം. പ്രിയപ്പെട്ടവരെ, നമ്മളതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെല്ലാം ഭൂമി ജീവിക്കുന്നവരാ. ഏത് രോഗവും ഏതവസ്ഥയും ഏത് കാര്യവും എത്തിച്ചേരാം. പക്ഷേ അതുകൊണ്ട് അങ്ങനെയുള്ളവരോട് സഹതാപം കാണിക്കണമെങ്കിൽ അതിന് അനുസരിച്ചൊരു മനസ്ഥിതി ഉണ്ടാകും. ചില വിചാരിക്കുന്നത് ഞങ്ങൾക്ക് വരത്തില്ല, നമ്മളൊക്കെ പ്രത്യേകത. അങ്ങനെയല്ല. ഇപ്പൊ ആരെ വേണമെങ്കിലും ഏത് വിധത്തിലുള്ള വിഷയങ്ങളും ബാധിക്കാം. എന്നാൽ ദൈവത്തിന്റെ കൃപയാണ് ഇന്നുവരെയും നമ്മളെ നടത്തുന്നത്, നമ്മളെ ബാധിക്കാതിരിക്കുന്നത്. ദൈവത്തിന് ഇന്ന് രാത്രി സ്തോത്രത്തോടെ പറയണം, അവർക്ക് മനസ്സിലായി ഞങ്ങൾക്ക് തന്ന ആരോഗ്യം, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സ്വസ്ഥത, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഐക്യത ഒരുവന്റെ വിടുതലായി തീരാൻ വേണ്ടി യേശു ഇരിക്കുന്ന വീട് പൊളിച്ച് അവരവനെ അവരുടെ നടുവിൽ ഇറക്കി വെച്ചപ്പോൾ യേശു മറ്റൊന്നും അവരോട് പറഞ്ഞില്ല. അവിടെ പറയുകയാണ്, അവരുടെ വിശ്വാസം കണ്ടിട്ട്, അപ്പോൾ വിശ്വാസം യേശു കണ്ടു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് കർത്താവിന്റെ വചനപ്രകാരം ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു വിഷയം ഉണ്ടായി അവനോട് കർത്താവ് പറയും, നിന്റെ പാപങ്ങൾ മോചിച്ചെന്നിരിക്കുന്നു പറഞ്ഞു. ശാസ്ത്രിമാരും പരീശന്മാരും ദൈവദോഷം പറയുന്ന ഇവൻ ആർ എന്ന് അവർ ചോദിച്ചു. പാപങ്ങൾ മോചിക്കുകയോ? അല്ലേ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പാപം മോചിച്ചെന്ന്? ലോകത്തിലൊരൊറ്റ മനുഷ്യർ, അധികാരികൾക്ക് പോലും ഇന്നും പറയാൻ പറ്റത്തില്ല. ഒരു കോടതിക്ക് പോലും പാപം മോചിക്കാൻ കഴിയത്തില്ല. എത്രയോ കോടതികളുണ്ട്. അവരൊക്കെ എപ്പോഴും പറയും, ഞങ്ങൾക്ക് മീതെ ഒരു കോടതിയുണ്ട്, ഞങ്ങൾക്ക് ഇവിടുത്തെ ശിക്ഷിക്കാൻ അല്ലെങ്കിൽ അവരെ വിടിവിക്കാനുള്ള ശരീരത്തിനുള്ള അധികാരമേ ഉള്ളൂ. മനസ്സിന്റെ മേലോ അല്ലെങ്കിൽ ആത്മാവിന്റെ മേലോ വിടുതൽ നൽകുവാൻ, പാപം മോചിക്കുവാൻ അധികാരമുള്ള ഒരു കോടതിയും ഒരു മനുഷ്യൻ ലോകത്തിലില്ല. ഇതെല്ലാം അറിയാവുന്ന പരീശന്മാർ അവർ പറഞ്ഞു, പാപമോചനം നൽകുന്നവൻ ആരാണ്? അല്ലെ, കോടതിക്കൊരുവനെ വെറുതെ വിടാം, പക്ഷേ അവൻ ചെയ്ത തെറ്റിന് ശിക്ഷിക്കാതെ വിടാം. എന്നാൽ അവൻ ചെയ്ത പാപത്തെ മോചിക്കാൻ പറ്റിയൊരു നിയമസംഹിത ലോകത്തിലില്ല. എന്നാൽ അത് സ്വർഗീയമാണ്. പാപമോചനം എന്നുള്ളത് ദൈവികമാണ്. അപ്പോൾ പൈശാചികമാണ് പാപമെങ്കിൽ, പാപമാണ് മരണത്തിന് കാരണമായി തീർന്നതെങ്കിൽ, അതിനെ അഴിക്കണമെങ്കിൽ, അതിനെ നീക്കണമെങ്കിൽ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് പരിശുദ്ധൻ പറഞ്ഞത്, ഇവൻ ആരാണ് പാപം മോചിക്കുവാൻ? വേണമെങ്കിൽ രോഗസൗഖ്യം വരുത്തിക്കോട്ടെ, അതൊക്കെ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ പാപത്തെ മോചിപ്പാൻ സർവശക്തനായ ദൈവത്തിനല്ലാതെ അധികാരമില്ല. അതുകൊണ്ടാണല്ലോ പാപമോചനത്തിന് വേണ്ടി മനുഷ്യൻ, അതേ യഹൂദന്മാർ യാഗങ്ങളൊക്കെ നടത്തുന്നത്. അവർ വിചാരിക്കുക, ഞങ്ങൾ ദൈവം പറഞ്ഞിരിക്കുന്ന പെസഹയും മറ്റ് യാഗങ്ങളൊക്കെ നടത്തി, പാപം ചെയ്താൽ അകൃത്യയാഗവും പാപയോഗവും ഒക്കെ നടത്തി പാപമോചനത്തിന് വേണ്ടി പ്രമാണം എഴുതി വെച്ചിരിക്കുമ്പോൾ ഇതൊന്നും ആവശ്യമില്ലാതെ ഇവന്റെ പാപം മോചിക്കുവാൻ ഒരൊറ്റ വാക്കുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ പാപങ്ങൾ മോചിച്ചെന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, നിന്റെ പാപങ്ങൾ മോചിച്ചെന്നിരിക്കുക. അപ്പോൾ ഒരുവനെ ദൈവത്തിന്റെ സന്നദ്ധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചിലർ പ്ലാൻ ചെയ്തപ്പോൾ കർത്താവ് അവരുടെ വിശ്വാസത്തെ കണ്ടു. അപ്പോൾ കർത്താവ് യേശുവിൽ
അവർ വിശ്വസിച്ചു. 4 പേർ വിശ്വസിച്ചു. എന്താണ്? ഇവർ കൊണ്ടുവന്ന ഇവനെ യേശു സൗഖ്യമാക്കുമെന്ന് 4 പേർ വിശ്വസിച്ചെങ്കിൽ ആ 4 പേരുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെട്ടതാണ്. ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടവർക്ക് മാത്രമേ, ആ കുടുംബങ്ങൾക്ക് മാത്രമേ മറ്റുള്ളവരെ ചുമക്കാൻ കഴിയത്തുള്ളൂ. ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെടാത്തവർക്ക്, യേശു വിശ്വസിക്കാത്തവർക്ക്, ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്ക് മറ്റാരുടെ ഭാരങ്ങൾ വഹിക്കാൻ കഴിയത്തില്ല. സ്വസ്നേഹികളായിരിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത സ്വസ്നേഹമാണ്. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മക്കളും എന്നുള്ള ചിന്താഗതി മാത്രമായി തീരുമ്പോൾ യേശു കർത്താവിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിന്റെ പ്രത്യേകത, അവർ സ്വസ്നേഹികളായിരിക്കത്തില്ല. മറ്റുള്ളവരെ ചുമക്കുവാൻ അവർ തയ്യാറായിരിക്കും. ഇതാണ് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ എന്നെ വളരെയധികം ടച്ച് ചെയ്തത്. പലപ്പോഴും നമ്മൾ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ചിന്തകളും നമ്മളോടുള്ള വിഷയങ്ങളും മാത്രമായിരിക്കുമ്പോൾ ഇവർക്ക് 4 പേർക്കും മറ്റൊരു ദൗത്യമുണ്ടായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട 4 കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു ഇവർ. ഈ കാര്യത്തിൽ ചേട്ടാനിയന്മാരാണോ, ഒരു കുടുംബത്തിൽ വന്നവരാണോ, ഈ രോഗിയുടെ ആരാണെന്ന് അറിയത്തില്ല. പക്ഷേ ഇവർ 4 പേരും വഹിക്കുവാൻ ഒരുക്കമുള്ളവരായിരുന്നു. കാരണം അവർ യേശുവിൽ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, അവരുടെ വിശ്വാസം കണ്ടിട്ട്, രോഗിയുടെ വിശ്വാസമല്ല, അവരുടെ വിശ്വാസം, ചുമന്നവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു പാപിയായ മനുഷ്യന്റെ പാപത്തെ മോചിച്ചു. ഇന്ന് രാത്രി സന്ദേശം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നാം ഒരു വിഷയം ഏറ്റെടുത്ത് അത് വേണ്ട രീതിയിൽ ദൈവസനിൽ കൊണ്ടുവന്ന് ദൈവസനിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കുറവിനെ നോക്കാതെ ദൈവം അവനെ സൗഖ്യമാക്കും, വിടിവിക്കും. അതിനെയാണ് വിടുതൽ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ സഹായം എന്ന് പറയുന്നത്. എന്നെ നിങ്ങൾ ചുമക്കുമ്പോൾ, എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥന വഹിക്കുമ്പോൾ പലപ്പോഴും ഞാൻ സന്തോഷിക്കാറുണ്ട്. ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രയലൻ ടീം അംഗങ്ങൾക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ വഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ വിശ്വാസം കാണും. നിങ്ങൾ എൻ്റെ കുടുംബത്തെ നിങ്ങൾ വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ നിങ്ങളുടെ വിശ്വാസമാണ് കർത്താവ് എനിക്ക് എൻ്റെ കുടുംബത്തിന് നന്മയായി കണക്കിടുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റൊരു കുടുംബത്തിന് വേണ്ടി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ വിശ്വാസം കാണുകയാണ്. ഇന്ന് രാത്രിയിലും നമുക്ക് ഇപ്രകാരം അന്യോന്യ ഭാരങ്ങളെ ചുമക്കാൻ കർത്താവ് പറഞ്ഞല്ലോ, അന്യോന്യ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം തികപ്പിനെന്ന്. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, മറ്റ് കാര്യങ്ങൾ പറയുമ്പോൾ അവനവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള യാഗം നടത്തിക്കൊണ്ട്, പിന്നെ പൊതുവായിട്ടുള്ള ജനങ്ങളുടെ പാവങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷ ഉണ്ടായിരുന്നു. എന്നാൽ അന്യോന്യ ഭാരങ്ങളെ ചുമക്കുവാൻ തക്കവണ്ണം, അതെ, ഭാരങ്ങളെ ചുമന്ന് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണത്തെ തികയ്ക്കുവാൻ തക്കവണ്ണം സ്നേഹത്തിൻ്റെ കരമാണ് ഇവിടെ. ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം അത് തികഞ്ഞ സ്നേഹമാണ്. ഇവിടെ 4 പേരുടെ സ്നേഹം അവിടെ ഒരു പ്രമാണമായിരുന്നു. യേശുവിൽ വിശ്വസിച്ചാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കൊരു സ്നേഹമുണ്ട്. അതിനെയാണ് ആത്മാർത്ഥത എന്ന് പറയുന്നത്. പ്രാർത്ഥനയുള്ള ആത്മാർത്ഥത. ഒരു വിഷയം ഏറ്റെടുത്താൽ അതിനുള്ള ആത്മാർത്ഥത കാണിക്കുന്നത് യേശുവിൽ വിശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹത്തെ വെളിപ്പെടുത്തുന്നു. അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥതയ്ക്ക് കാരണം, പ്രാർത്ഥനയ്ക്കുള്ള ആത്മാർത്ഥതയ്ക്ക് കാരണം, നമ്മൾ 3:30 എഴുന്നേൽക്കാനുള്ള കാരണം, അല്ലെങ്കിൽ നമ്മൾ പല സമയങ്ങളിലും നമ്മൾക്ക് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഒരുമിച്ച് കൂടി വരാനുള്ള ആത്മാർത്ഥതയ്ക്ക് കാരണം നമുക്ക് യേശുവിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് നാം ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കുന്നത്, വിഷയങ്ങളെ ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്നത്. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ദർശിക്കണം. നാം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഓരോന്നും യേശുവിൻ്റെ മുമ്പിൽ ഇറക്കി വയ്ക്കുന്ന ഓരോ വ്യക്തികളായി തീരുവാൻ കർത്താവ് കാണുകയാണ്. പക്ഷെ അത് ദൈവത്തിന് മാത്രമേ അവിടെ പ്രവർത്തിപ്പാൻ കഴിയത്തു. അവൻ്റെ പാപമാണെങ്കിൽ മോചിക്കുവാൻ, അല്ലെങ്കിൽ രോഗമാണെങ്കിൽ സൗഖ്യമാക്കുവാൻ, അങ്ങനെ ഏതെല്ലാം വിഷയമുണ്ടോ, രോഗികളെ ചികിത്സിച്ച അനേക വൈദ്യന്മാർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പക്ഷപാതം പിടിച്ചവൻ്റെ രോഗത്തിൻ്റെ കാരണം ചികിത്സിച്ചെടുക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. എന്നാൽ നസറേയനായിരിക്കുന്ന യേശുവിന് അവനെ കണ്ടപ്പോഴേ മനസ്സിലായി, ഇവൻ തളർന്നു കിടക്കാൻ കാരണം ഇവന്റെ ഉള്ളിൽ വ്യാപരിച്ചവനെ ബന്ധിച്ചിരിക്കുന്ന പാപത്തിന്റെ ബന്ധനമാണ്. അതഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ തളർവാദം മാറും, അവൻ എഴുന്നേൽക്കും എന്ന് ദൈവത്തെ അറിയാമായിരുന്നു. എത്രയോ കുടുംബങ്ങളായിരുന്നു, എത്രയോ വ്യക്തികളെയായിരുന്നു പിശാച് ബന്ധിച്ചിട്ടിരുന്നത്.
അതെ, ഒന്ന് ചലിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ബന്ധിച്ചിരുന്ന ജീവിതങ്ങളെ ക്രിസ്തുവിന്റെ മുമ്പിലേക്ക് ചിലർ കൊണ്ടുവന്നു. അതെ, സുവിശേഷം അറിയിച്ചു. യേശുവിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചാൽ, ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നമ്മുടെ രോഗങ്ങൾ മാറും, പ്രശ്നങ്ങൾ മാറുമെന്ന് പറഞ്ഞപ്പോൾ അത് വെറുതെ അല്ലായിരുന്നു. അതിൻ്റെ അകത്തൊരു ആത്മീയ ജീവൻ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി ക്രിസ്തുവിന്റെ അടുക്കൽ വന്നത് മുഖാന്തരമായി നമുക്ക് ലഭിച്ച ആത്മീയ വിടുതലിനായും ഭൗതിക വിടുതലിനായും ശാരീരിക വിടുതലിനുമായി സ്തോത്രം ചെയ്യുക. കർത്താവ് തന്ന ദൈവം വിടുവിച്ചാൽ അത് അനുഗ്രഹപൂർണമായിരിക്കും. ഈ ഒരു വിഷയമുണ്ടായി. ഇവൻ പാപങ്ങൾ മോചിച്ചെന്നിരിക്കുന്നെന്ന് പറയുന്നതോ ഏത് നല്ലതെന്ന് പറഞ്ഞു. രണ്ടാമത് കർത്താവ് പറഞ്ഞു, നിങ്ങളിതിനെ വിലക്കിയാൽ മറ്റൊരു രീതിയുണ്ട്. മറ്റെന്താണെന്ന് ചോദിച്ചാൽ, ഇവനോട് പറയും, നീ കിടക്കയെടുത്ത് നടക്കാൻ പറയും. കിടക്കയെടുത്ത് നടക്കാൻ അവനോട് പറയുകയാണ്. പറയുന്നു, ഏതാകുന്ന എളുപ്പമെന്ന് പറഞ്ഞു. എങ്കിലും ഭൂമിയിൽ പാവങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട്, നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. പാവങ്ങളെ മോചിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ എതിർപ്പുണ്ടായി. അവരതിനെ എതിർത്തു. പറഞ്ഞു, അതിന് മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവ് മറ്റാർക്കുമില്ലാത്ത അധികാരമുള്ളവനാണ്. അവന് മാത്രമേ പാപങ്ങളെ മോചിപ്പാൻ കഴിയൂ. കാരണം അവൻ പാപങ്ങളെ ചുമന്നവനാണ്. നമ്മുടെ പാപങ്ങളെ ചുമന്ന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവ്. അവർക്കറിയത്തില്ലായിരുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാടാണ് യേശു എന്നുള്ളത്. ഇവന്റെ പാപത്തെ ക്ഷമിച്ചപ്പോൾ വെറുതെ അത് ക്ഷമിക്കുകയല്ല ചെയ്തത്, അത് യേശു അവന്റെ പാപത്തെ വഹിച്ചു, അവനെ റിലീസ് ചെയ്തു. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും പാപം തൻ്റെ മേൽ കർത്താവ് പിതാവാൻ ദൈവം ചുമത്തി. ഇന്ന് രാത്രിയിൽ നമ്മളെ പാപങ്ങളെ ക്ഷമിക്കുമ്പോൾ, ഏത് മനുഷ്യന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമ്പോൾ 2000 വർഷം മുമ്പ് നമ്മുടെ എല്ലാ പാപങ്ങളെ അവന്റെ മേൽ ചുമത്തി. ആദമീയ ഒന്നാം മനുഷ്യൻ ആദം മുതൽ 1000 ആണ്ട് വാഴ്ചയുടെ അവസാനത്തിലുള്ള വ്യക്തി വരെ സകല മനുഷ്യരുടെയും വിടുതൽ, പാപമോചനം ക്രിസ്തുവിലാണ് അടങ്ങിയിരിക്കുന്നത്. യേശുവാണ് സകല മനുഷ്യരുടെയും പാപങ്ങളെ വഹിച്ചത്. അതുകൊണ്ട് അവൻ പറഞ്ഞത്, എനിക്കതിന് അധികാരമുണ്ട്. വെറുതെ കർത്താവ് പറഞ്ഞതല്ല, അവൻ പാപങ്ങളെ ചുമന്നൊഴിപ്പാൻ വേണ്ടി പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് അത് ചെയ്യുവാൻ യേശു അധികാരമുള്ളവനാണെന്ന് അവിടെ പറഞ്ഞിട്ട് പറഞ്ഞു, വീട്ടിലേക്ക് പോക എന്ന് പറഞ്ഞു. ഉടനെ അവർ കാണുക, അവൻ എഴുന്നേറ്റ് താൻ കിടന്ന കിടക്കെടുത്ത് ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. ഇതിനു മുമ്പ്, ഈ രോഗാവസ്ഥയ്ക്ക് മുമ്പ് പാപിയായിരുന്നു. ദൈവത്തെ മഹത്വീകരിക്കുന്ന സ്വഭാവമൊന്നുമില്ലായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടായി. ഇവൻ രോഗസൗഖ്യം ആയി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവൻ ഇങ്ങോട്ട് വന്നത് നാവനങ്ങാതെ, കൈകാലുകൾ ചലിക്കാൻ കഴിയാതെ, പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്തവനായിട്ട് ഇങ്ങോട്ട് വന്നെങ്കിൽ, ക്രിസ്തു ഇരുന്ന വീട്ടിൻ്റെ അകത്ത് ഇവനെ ഇറക്കി വെച്ച് കഴിഞ്ഞപ്പോൾ, കർത്താവ് അവനോടൊന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ, യേശുവിൻ്റെ വചനത്തിന് മുമ്പിൽ അവൻ്റെ കൈകാലുകളുടെ ബന്ധനം അഴിഞ്ഞു, അവൻ്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞു, അവനെ ബന്ധിച്ചിരുന്ന സകല ബന്ധങ്ങൾ അഴിഞ്ഞു. അങ്ങോട്ട് കൊണ്ടുപോയത് എല്ലാവിധത്തിലും കെട്ടപ്പെട്ടവനായിട്ടായിരുന്നു, ചലിക്കാൻ കഴിയാത്തവനായിരുന്നു. അവന്റെ ഞരമ്പുകളെല്ലാം കൂടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു. അത് വർഷങ്ങളായി കിടന്നത് മുഖാന്തരമായി അവന്റെ ജീവിതത്തിൽ നിന്ന് ശബ്ദം പോലും പുറപ്പെടുവിക്കാൻ കഴിയാത്ത ഒരു ജീവശവമായി കിടന്നവനായിരുന്നു. എന്നാൽ യേശുവിന്റെ വാക്കുകൾക്ക് മുമ്പിൽ അവന്റെ പാപം മോചിച്ചു കഴിഞ്ഞപ്പോൾ, അവനെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് നീ കിടക്കെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് പറഞ്ഞപ്പോൾ, ഇവൻ കിടക്കെടുത്തുകൊണ്ട് അങ്ങോട്ട് പോയത് വിശ്വസിച്ച് ഇവനെ ഇങ്ങോട്ട് ചുമന്നവർക്ക് സന്തോഷം പകരത്തക്കവണ്ണം ഇവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി ആ കിടക്കെടുത്തുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് പോകുവാനായിട്ടിടയാ തീർന്നു. ഇന്ന് രാത്രിയിൽ ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളിന്മേൽ ദിവസങ്ങളിൽ ചില വാർത്തകൾ കേട്ടിട്ട്, വിധി കേട്ടിട്ട്, മാറ്റങ്ങൾ കേട്ടിട്ട്, വിടുതൽ കേട്ടിട്ട് സന്തോഷത്തോടെ
ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുമെന്ന് ഈ 2026 ഓഗസ്റ്റ് മാസത്തിൽ ദൈവാത്മാവിന്റെ രാത്രിയിൽ ദൈവം കൽപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടിയുണ്ട്, വിശ്വസിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. ദൈവം സംസാരിക്കാതിരിക്കത്തില്ല, ദൈവം സംസാരിക്കും. അവന്റെ വീട്ടിലേക്ക് അവൻ മടങ്ങി ചെല്ലുന്നത് ക്രിസ്തുവിന്റെ സന്തോഷത്തോടെ, വിടുതലിന്റെ സന്തോഷത്തോടെ കിടക്കെടുത്തുകൊണ്ട് ഇവൻ ആ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ളവർക്കെല്ലാം വലിയ അത്ഭുതമായി ഇവിടെ പറയുന്നത്, ഞങ്ങൾ അപൂർവ കാര്യങ്ങളെ കണ്ടു, ദൈവത്തെ മഹത്കരിച്ചോട് വീട്ടിലേക്ക് പോയി, എല്ലാവരും വിസ്മയം പൂണ്ടു. അങ്ങനെ അവിടെയുള്ളവർക്ക് വിസ്മയം ഉണ്ടായെങ്കിൽ ഇവനെ എടുത്തുകൊണ്ട് പോന്നപ്പോൾ ആ വീട്ടിലുള്ള ചിലരുണ്ടായിരുന്നല്ലോ, അയൽവക്കക്കാരുണ്ടായിരുന്നല്ലോ, അവർ കാണുന്നത് ഒരുവൻ കിടക്കെടുത്തുകൊണ്ട് മടങ്ങി വരുന്നതാണ്. ഒരിക്കലും അവർ പ്രതീക്ഷിച്ചതല്ല ഇങ്ങനൊരു കാര്യം സംഭവിക്കുമെന്ന്. പക്ഷേ നമ്മുടെ കർത്താവ് പ്രവർത്തിച്ചാൽ, അതെ, ദൈവത്തിന്റെ പ്രവൃത്തി എത്ര ആശ്ചര്യകരമാണ് അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇങ്ങോട്ട് 4 പേര് ഒരുവനെ എടുത്തുകൊണ്ട് വിശ്വാസത്തോടെ കൊണ്ടുവരുമ്പോൾ വീട്ടുകാരൊക്കെ പറഞ്ഞു കാണും, അല്ലെങ്കിൽ അവനോട് കൂടെ എല്ലാവരും വന്നിട്ടില്ല, അവർ വീട്ടിലിരിക്കുക, അവർ വിചാരിച്ചാണ് ഇവനെ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുപോയി യേശുവിന്റെ അടുക്കൽ കൊണ്ടുപോവുക. അവരും പ്രാർത്ഥിച്ച് കാണും, ദൈവമേ ഇവനെ സൗഖ്യമാക്കണമേ എന്ന്. പക്ഷെ അവരാരും വിചാരിച്ചില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നുള്ളത്. പക്ഷെ ഒരു അപൂർവ കാര്യം സംഭവിച്ചു. ഇവൻ ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട്, ഞാൻ വിചാരിക്കുന്നത് 4 പേരും കൂടി ഇവൻ കട്ടിലെടുത്തുകൊണ്ട് ഇവൻ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വീകരിക്കുമ്പോൾ ഈ വന്ന 4 പേരും കൂടി മറ്റുള്ള എല്ലാവരോടും കൂടി ആരൊക്കെയുണ്ട് കൂടെ പോകുമോ, അവരെല്ലാം കൂടി ഒരു ഘോഷയാത്രയായിട്ട് അവന്റെ വീട്ടിലേക്ക് പോകുക. സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ ഘോഷം ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് ആ ഭവനത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ക്രിസ്തു മുഖാന്തരം കർത്താവായ യേശുവിനെ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്ന വചനം നിവർത്തീകരിക്കാൻ വേണ്ടി ഇവൻ വീട്ടിലേക്ക് സന്തോഷത്തോടെ ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് ഈ കട്ടിലുമായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്നവർ എത്ര കഠിന ഹൃദയരാണെങ്കിലും ഇത് കണ്ടാൽ യേശു വിശ്വസിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, അതിശയകരമായ കാര്യങ്ങളെ ചില ഭവനങ്ങളിൽ നമ്മുടെ ഇടയിൽ ദൈവാത്മാവ് ചെയ്തെടുക്കാൻ പോകുക. ദീർഘവർഷങ്ങളായി കിടന്നിട്ടും ഒരു മാറ്റമില്ലാത്ത ചില വിഷയങ്ങളുമേൽ ദൈവാത്മാവ് പ്രവർത്തിച്ചു കഴിയുമ്പോൾ, അത് ദിവസങ്ങളിൽ ആ വിഷയത്തിന് പരിഹാരം ഉണ്ടായി കഴിയുമ്പോൾ, ശൂന്യതയായി കടന്ന പക്ഷപാതം പിടിച്ച് നെടുവീർപ്പിട്ടുകൊണ്ടിരുന്ന ആ വീട്ടിന്റെ മുറിക്കുള്ളിൽ അന്ന് മുതൽ ഒരു ആനന്ദത്തിന്റെ ആരാധന ഉയർന്നു, ഒരു സന്തോഷത്തിന്റെ ഗീതമുയർന്നു. കാരണം അവന് നിൽക്കാൻ കഴിയത്തില്ല. ഞാൻ വിചാരിക്കും നൃത്തം ചവിട്ടി അവൻ കിടന്ന ആ രോഗക്കിടക്ക് കിടന്ന മുറിയിൽ അവൻ കട്ടിലിട്ടിട്ട് അവൻ അതിനെ നോക്കി പറഞ്ഞു, ഇതുവരെയും ഞാനിതിൽ അഭയം പ്രാപിച്ചതാ, എന്നാൽ അതിനെ ചുമന്നു കൊണ്ടുവരുവാൻ തക്കവണ്ണം എന്നെ പ്രാപ്തനാക്കിയ എന്റെ ദൈവത്തിന് നന്ദി കരേറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആ ഒരു വലിയ ആരാധന ഉണ്ടായതുപോലെ ദിവസങ്ങളിൽ ചില കുടുംബങ്ങളിൽ നിരാശകൾ മാറി, പ്രയാസങ്ങൾ മാറി. ചില വീടിന്റെ മുറികൾക്കുള്ളിൽ നിരാശ തളം കെട്ടി നടക്കുന്ന വീടുകളെ ഇന്ന് ദൈവാത്മാവ് കാണുകയാണ്. ചില കുടുംബങ്ങളുടെ അകത്ത് നിരാശ തളം കെട്ടിക്കിടക്കുക, ചില കുഞ്ഞുങ്ങളുടെ ചില മുറികൾ ഇന്ന് രാത്രി ദൈവാത്മാവ് സ്പർശിക്കാൻ പോകുക, ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ചില നിർജീവമായിരിക്കുന്ന അവസ്ഥകളെ, ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത പക്ഷപാതം പിടിച്ചു കിടക്കുന്ന ചില വ്യക്തികളെ ദൈവാത്മാവ് സന്ദർശിക്കാൻ പോകുക. അത് രോഗമായിട്ടല്ല, ചില ഭാവിയോടുള്ള ബന്ധത്തിൽ ഒരു രക്ഷയില്ലാതെ കുടുംബത്തിനകത്ത് അത് ദിവസങ്ങൾ ഒതുക്കിയിട്ടിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളെ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവിന്റെ സ്പർശനം ഉണ്ടാകാൻ പോകുക. ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ അവിടെ ആനന്ദഘോഷമുണ്ടാകും, ആരാധനയുണ്ടാകും, മാറ്റമുണ്ടാകും. ആ വീട്ടിന്റെ അകത്ത് വലിയ മാറ്റമുണ്ടായി. ഇവൻ നീതീകരിക്കപ്പെട്ടവനായിട്ടാ ചെന്നത്. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷമുണ്ടാകും. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്
പാപം ക്ഷമിക്കപ്പെട്ട, അകത്യം മോചിക്കപ്പെട്ട് കിട്ടിയ ദൈവജനം സന്തോഷത്തോടെ പറയണം, യേശുവിന്റെ അടുക്കൽ ഞാൻ വന്നതുകൊണ്ട് എന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറി. അതുവരെ നിരാശയായിരുന്നു, നെടുവീർപ്പായിരുന്നു, എല്ലാവരും നോക്കി ഭാരപ്പെടുമായിരുന്നു, വിഷമിക്കുമായിരുന്നു. എന്നാൽ പക്ഷപാതം മാറിയവൻ, അവൻ സൗഖ്യം പ്രാപിച്ച് വീട്ടിലേക്ക് കിടക്കിയുമായിട്ട് എടുത്തു ചെന്ന് കഴിഞ്ഞപ്പോൾ, അവൻ നീതീകരിക്കപ്പെട്ടവനായി ചെന്ന് കഴിഞ്ഞപ്പോൾ, യേശു അവന്റെ പാപം മോചിച്ചതുകൊണ്ട് നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷമുണ്ടാകുമെന്ന വചനം വെറുതെ എഴുതി വെച്ചതല്ല. സങ്കീർത്തനങ്ങൾ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നസ്രയന്റെ പ്രവൃത്തി മുഖാന്തരമായി പാപം മോചിക്കപ്പെട്ടതുകൊണ്ട് രാത്രി ആത്മാവിൽ പറയുക, പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. പക്ഷേ നിരാശ മാറാത്ത ചില വിഷയങ്ങൾ ചില കുടുംബങ്ങളുടെ മുറിക്കുള്ളിൽ കിടക്കുകയാ. ദൈവത്തിന്റെ ആത്മാവ് സ്പർശിക്കാൻ പോകുക. ചില വ്യക്തികളെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പോകുക. ചില വ്യക്തികളെ വിടുതലുകൾ ഇല്ലാതെ ബന്ധിച്ചിരിക്കുന്ന വിഷയങ്ങളുമേൽ ദൈവാത്മാവ് തന്റെ വചനമായി ചെന്ന് സൗഖ്യമാക്കുന്നതിനെ, വിടുവിക്കുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ചില പാപത്തിന്റെ ബന്ധനങ്ങളെ ദൈവാത്മാവ് അഴിക്കാൻ പോകുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവന്റെ ബന്ധനം അഴിഞ്ഞു, പാപം മോചിച്ചു. അവന്റെ വിഷയമായിരുന്ന വീട്ടിന്റെ സന്തോഷമില്ലായ്മ, അവൻ ചെയ്തുകൂട്ടിയ പാപത്തിന്റെ ഭരണഫലമായിരുന്ന വീടിന്റെ അവസ്ഥ എങ്ങനെ ആയിരുന്നത്? സന്തോഷമില്ലാത്ത, നിരാശ മോഹമായിരിക്കുന്ന ഭവനം. ഒരുപക്ഷെ നമ്മൾ ഒരുപാട് പ്രാവശ്യം മെസ്സേജ് കേട്ടിട്ടുള്ളതാ. പക്ഷെ അവന്റെ വീട്ടിൽ വന്ന മാറ്റത്തെക്കുറിച്ച് പലരും പ്രസംഗിച്ചിട്ടില്ല, കേട്ടിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ പറയുന്നത്, ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വീടിന്റെ സ്ഥിതിക്ക് മാറ്റം വന്നു. കാരണം എന്താ? 4 പേര് അവനെ ചുമന്നു കൊണ്ടുപോയി യേശുവിന് മുമ്പിൽ വെച്ചു. കർത്താവിന്റെ പാപം ക്ഷമിച്ച് അവനെ നീതീകരിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ അവിടെ തുടങ്ങി സ്തോത്രം ചെയ്യാനായിട്ട്. അത് നീതീകരിക്കുന്നവന്റെ വായിൽ നിന്ന് എപ്പോഴും സ്തോത്രം വരും. ദൈവത്തിന് മഹത്വം കൊടുക്കാതിരിക്കാൻ കഴിയത്തില്ല. രാത്രി നീതീകരിക്കപ്പെട്ടവർക്ക് മാത്രമേ ദൈവത്തെ സ്തുതിക്കാൻ കഴിയത്തുള്ളൂ, ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയത്തുള്ളൂ. അവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. കാരണം പാപം മോചിച്ചു കഴിയുമ്പോൾ, നീതീകരിക്കപ്പെടുമ്പോൾ ജയത്തിന്, ഉല്ലാസത്തിന് ഘോഷമുണ്ടാകും. അതുകൊണ്ട് മഹത്വീകരിച്ചുകൊണ്ട് അവൻ കയറി ചെന്ന് ആ വീട്ടിൽ വലിയൊരു മാറ്റമുണ്ടായി. ഒരുവന്റെ വീട് പൊളിക്കേണ്ടി വന്നാലും മറ്റവന്റെ വീട് പണിയപ്പെടുവാനിടയാറ്റുന്നു. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. രാത്രി ചില കുടുംബങ്ങളുടെ, ചില വ്യക്തികളുടെ ജീവിതത്തിന്മേൽ പ്രിയപ്പെട്ടവരെ ദൈവവേലിക്കേണ്ട ദൈവത്തിന്റെ ഭവനം കൊടുക്കുന്നതുകൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുണ്ടാകും, പ്രയാസമുണ്ടാകും. പക്ഷെ അത് മുഖാന്തരമായി മറുഭാഗത്ത് അനേകരുടെ വീടുകൾ പണിയപ്പെടുകയാ. ഞാനും നിങ്ങൾ കഷ്ടം സഹിക്കുന്നതുകൊണ്ട്, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വീട് തുറന്നു കൊടുക്കുന്നതുകൊണ്ട്, ഭാരം വഹിക്കുന്നതുകൊണ്ട്, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതുകൊണ്ട്, ചുമന്നുകൊണ്ടിരുന്ന പോലെ ഞാനിന്ന് ദൈവസഭകളെ കാണുകയാണ്. അത് യേശു കർത്താവിരിക്കുന്ന ദൈവസഭകൾ, അതിന്റെ അവിടേക്ക് ഓരോരുത്തരായി എത്തിച്ചേർന്ന ഭാരം വഹിച്ചുകൊണ്ടിരുന്ന വ്യക്തികളെ അവരെ ഇറക്കി വെക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് അവിടെ യേശുവിന്റെ മുമ്പിൽ അഭിഷേകം വയ്ക്കുവാൻ വേണ്ടി ഭാരപ്പെടുന്നത് പോലെ ഭാരപ്പെട്ട് വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഇവിടെ ചില കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മറുഭാഗത്ത് അവിടെ ആനന്ദഘോഷം ഉയരുവാനിടയായിരുന്നു. അതിന്റെ കാരണം ചില നഷ്ടങ്ങൾ സഹിച്ചത് കൊണ്ടാണ്. അതെ, നമ്മുടെ ചില രാത്രി പ്രാർത്ഥന, നമ്മുടെ ഉറക്കം ചില മണിക്കൂറുകൾ മാറ്റിവെക്കണം, അല്ലെ? അപ്പൊ നമ്മൾ ചിലത് മാറ്റിവെച്ചു കഴിഞ്ഞാൽ, ചില നഷ്ടങ്ങൾ അനുഭവിപ്പാൻ സമ്മതിച്ചു കൊടുത്താൽ മറുഭാഗത്ത് വലിയ ലാഭമുണ്ടാകും. ഇതിനെയാണ് ദൈവമക്കളുടെ കൂട്ടായ്മ പ്രാർത്ഥന എന്ന് പറയുന്നത്. അല്ലെ? അവരുടെ കഷ്ടമില്ല, 4 പേർക്ക് വലിയ കഷ്ടമല്ലായിരുന്നു, വിശ്വസിച്ച 4 പേർക്ക് കഷ്ടമുണ്ടായിരുന്നു. പിന്നെ ചുമന്നു കൊണ്ടുവന്നു. യേശുവിന് ഞാൻ വിചാരിക്കുന്നത് പത്രോസിന്റെ വീട് അത്രമാത്രം പരിചയമുള്ള വീടാ. അതുകൊണ്ട് വീട് പൊളിച്ചാലും കുഴപ്പമില്ല, തള്ളിയിട്ടാലും കുഴപ്പമില്ല. കാരണം പത്രോസ് യേശുവിന്റെ ശിഷ്യനാണ്. അതുകൊണ്ടാണ് കർത്താവ് അനങ്ങാതിരുന്നത്. അതുകൊണ്ടാണ് വീട് പൊളിച്ച ഭാര്യ ചോദിക്കാതിരുന്നത് എന്താ പൊളിക്കുന്നതെന്ന്. കാരണം കർത്താവിന് വേണ്ടി തീരെഴുതി കൊടുത്ത പത്രോസിന്റെ വീട്. ഇന്ന് രാത്രിയിൽ അങ്ങനെ കർത്താവിന് വേണ്ടി മുഴുവൻ സമർപ്പിക്കപ്പെട്ട കുടുംബങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സകലവും വിട്ടവനെ അനുഗമിച്ചാൽ എല്ലാം കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കും. പൊളിച്ചോളാൻ പറഞ്ഞു, നിങ്ങൾ പൊളിച്ചു, നിങ്ങളുടെ വിഷയം എന്താണെന്നാൽ അത് ഇറക്കി വെച്ചോളാൻ പറഞ്ഞുകൊണ്ട് ആ വീട് സൗകര്യമായി കൊടുത്തു. അത് മുഖാന്തരമായി പൊളിഞ്ഞു കിടന്നൊരു വീട് പണിയപ്പെടുവാനിടയാത്തുന്നു. രാത്രി ദൈവാത്മാവ് സംസാരിക്കുക. തകർന്നു കിടക്കുന്ന ചില കുടുംബങ്ങളുടെ വിടുതലിന് വേണ്ടിയാ ഞാനും നിങ്ങളും രാത്രി നിന്ന് പ്രാർത്ഥിക്കുന്നത്. തകർന്നു കിടക്കുന്ന ചില കുടുംബങ്ങൾ, അത് ഒരിക്കലും ഗതിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന, ഒരിക്കലും ഒരു വിടുതലില്ല എന്ന് എഴുതിത്തള്ളിയ ചില വിഷയങ്ങൾ ദൈവാത്മാവിന്റെ സ്പർശനത്താൽ ജീവൻ പ്രാപിക്കാൻ പോകുകയാണ്.
പൊളിഞ്ഞു കിടക്കുന്നതിനെ, നശിച്ചു കിടക്കുന്നതിനെ അത് ദൈവാത്മാവ് പണിയാൻ പോകുകയാണ്. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി മുഖാന്തരമായി സന്തോഷത്തിൻ്റെ ഗാനം പാടിക്കൊണ്ട് വീടിൻ്റെ മുറികളിലേക്ക് നടകയറാൻ തക്കവണ്ണം ദൈവാത്മാവ് പ്രവൃത്തികളെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. പലപ്പോഴും നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നിരാശയോടെയല്ലേ, വീടിന്റെ പടി ഇറങ്ങിപ്പോകുന്ന, സ്റ്റെപ്പ് ഇറങ്ങിപ്പോകുന്ന നിരാശയോടെയല്ലേ, ഭാരത്തോടെയല്ലേ, വേദനയോടെയല്ലേ. ഇന്ന് രാത്രി ദൈവാത്മ പറയുക, വിടുതൽ പ്രാപിച്ച് സന്തോഷമുള്ളവരായി വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കുവാൻ സന്തോഷത്തിന്റെ വാർത്തകളുമായി, ദൈവിക വിടുതലുമായി ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നതിനായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് ദൂത് ഏറ്റെടുക്കാൻ കഴിയുമോ? കരമുയർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. വിഷമിച്ചിറങ്ങിപ്പോകുന്ന വിഷയങ്ങളുമേൽ, ഭാരപ്പെടുന്ന വിഷയങ്ങളുമേൽ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് ഭവനത്തിലേക്ക് പ്രവേശിക്കത്തക്കവണ്ണം സ്ഥിതികളെ മാറ്റാൻ പോകുന്ന ദൈവപ്രവർത്തിക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ വീട്ടിൽ നിന്ന് പലരും ഇറങ്ങുമോ വിഷമിച്ച് ഇറങ്ങുന്നത് അല്ലേ? ഭാരപ്പെട്ടല്ലേ ഇറങ്ങുന്നത്? ഇന്ന് ഞായറാഴ്ചയല്ലേ? കഴിഞ്ഞ ദിവസം ഞായറാഴ്ചയായിരുന്നു, തിങ്കളാഴ്ചയായി. ആരാധനയ്ക്ക് പോയപ്പോൾ വിഷമിച്ചല്ലേ പോയത് അല്ലേ? വിഷമിച്ചല്ലേ പോയത്? നിങ്ങളാരും പറയുന്നില്ലെങ്കിൽ ദൈവാത്മാവിനെ അറിയാമെന്നേ. ഹൃദയത്തിലെ വേദന ദൈവത്തെ അറിയാം. ആരാധിക്കാനാ പോയത്. പക്ഷെ ഭാരം മാറിയിട്ടില്ല, വേദന മാറിയിട്ടില്ല. ആരാധനയ്ക്ക് ദൈവനുമായിട്ടാണ് നീ പോയത്. കർത്താവിനെ ആരാധിച്ചു, മടങ്ങി വന്നു. പക്ഷെ ആ ഭാരം മാറിയിട്ടില്ല. എത്രയോ ദിവസങ്ങളായി ഭാരം വഹിച്ചുകൊണ്ടിരിക്കുക. നരേന്ദ്ര രാത്രി ദൈവാത്മ പറയുക, അതിൻ്റെ സമാപ്ത രാത്രിയായി മാറുവാൻ പോകുക. നീ ഭാരം വഹിച്ച് മടുക്കണ്ട, നീ ഭാരപ്പെട്ടിന് തളർന്നു കിടക്കണ്ട. ദൈവത്തിൻ്റെ വിടുതലിൻ്റെ കരം ദൈവം നീട്ടിയിരിക്കാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതുപോലെ ശ്രവിക്കുന്ന എല്ലാവരുടെ മേലും ദൈവാത്മാവ് അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുന്നതിന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എല്ലാ ദിവസവും വേദനപ്പെട്ട് ഭാരത്തോടെ എഴുന്നേൽക്കുകയും വെളിയിൽ വരുമ്പോഴും പുറത്ത് വരുമ്പോഴും എല്ലാം കുനിഞ്ഞു നടക്കുകയും ചെയ്യുന്ന ദുഃഖഭാരം അനുഭവിക്കുന്ന വ്യക്തികളോട് രാത്രി ദൈവാത്മാ പറയുക, സ്ഥിതികൾക്ക് മാറ്റം വരുത്താൻ പോകുകയാണ്. ദൈവാത്മാ അത്ഭുതങ്ങളെ ജീവിതം ചെയ്യാൻ പോകുകയാണ്. സന്തോഷിക്കുന്ന വാർത്തയുമായി, ദൂതുകളുമായി, അനുഗ്രഹത്തിന്റെ സാക്ഷ്യം പറയുവാൻ, ദൈവത്തെ മഹത്വീകരിക്കാൻ വേണ്ടി ദൈവാത്മാവ് വീടിൻ്റെ വാതിലുകളെ തുറക്കാൻ പോകുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങോട്ട് പോയത് വിശ്വാസത്തോടെയാണ് പോയത്, നിരാശയായിട്ട് വിഷയമായിട്ടാണ് പോയത്, ഭാരമേറിയ വിഷയമായിട്ടാണ് പോയത്. പക്ഷേ മടങ്ങി വന്ന് ആ വീട്ടിൽ പ്രവേശിച്ചത് നിരാശയോടെയല്ല, പ്രത്യാശയോടെയാണ്. രാത്രിയിൽ എത്ര പേർക്ക് ദൂതേറ്റെടുക്കുവാൻ കഴിയും? പലപ്പോഴും ഒരു വിടുതലിന് വേണ്ടി പല മീറ്റിങ്ങുകളും കടന്നു പോയിട്ടുള്ളതാണ്, ഒരുപാട് ദൂത് കേട്ടിട്ടുള്ളതാണ്, ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ രാത്രി ദൈവാത്മാവ് പറയുക, ഒന്നും വൃതാവല്ല കേട്ടോ. നീ മീറ്റിംഗ് തേടിപ്പോയതും ആലോചന കേൾക്കാൻ പോയതും പ്രാർത്ഥിക്കാൻ പോയതൊന്നും വൃതാവായി പോകത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു സമയം വെച്ചിട്ടുണ്ട്. അത് ഇന്ന് രാത്രിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ വിഷയങ്ങൾ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ, അതിൻ്റെ മറുപടിക്കായി ദൈവാത്മാവ് വ്യാപരിക്കുകയും ദിവസങ്ങളിൽ സന്തോഷത്തിന്റെ സാക്ഷ്യം പറഞ്ഞ് വീട്ടിലേക്ക് കയറി വരുവാൻ ദൈവാത്മാവ് ഇടയാക്കാൻ പോകുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചില വർഷങ്ങളായി കരഞ്ഞു തകർന്ന, വിഷമിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ചില വിഷയങ്ങൾ മേൽ, ഭാരപ്പെട്ട വിഷയത്തിന്മേൽ രാത്രി ദൈവാത്മാവ് പറയുക, നീ സന്തോഷത്തോടെ നീ ഏത് വിഷയത്തിനാണോ ഭാരപ്പെട്ടത് ആ വിഷയത്തിന്റെ വിടുതലുമായി ഭവനത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കത്തക്കവണ്ണം, ദൈവത്തിന് സ്തോത്രം ചെയ്യത്തക്കവണ്ണം, ദൈവത്തിന്റെ വിടുതൽ ഏറ്റെടുക്കാൻ പോകുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. തളർവാദിയായി കടന്നവന്റെ വീടിന്റെ നാശത്തെ മാറ്റിയത് ക്രിസ്തുവിൽ ഉള്ള വിശ്വാസമാണ്. ദൈവം പാപം മോചിച്ചനായി, ദൈവം നീതീകരിച്ചനായി സ്തോത്രം ചെയ്യാം. നമുക്ക് അവകാശമായി പറയാം, കർത്താവേ, നിങ്ങളെ നീതീകരിച്ചതിനാൽ ഞങ്ങളുടെ കൂടാരങ്ങളിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷമുണ്ടാകണം. മുടങ്ങിക്കിടക്കുന്നതിന് മീറ്റിങ്ങൾ ദൈവാത്മാവ് ഉയർപ്പിക്കാൻ പോവുക, ആരാധനയുടെ ശബ്ദം കേൾപ്പിക്കാൻ പോവുക, ഇല്ലാതെ കിടക്കുന്ന വില വിഷയങ്ങളെ ജീവിപ്പിക്കാൻ പോവുകയാണ്. അതെ, എന്നെ എപ്പോഴും മനസ്സിൽ നിന്ന് സ്പർശിക്കുന്നത് നിരാശയോടെ പടികളിറങ്ങി, അതേ വഴിയിലൂടെ നടന്ന് ഭാരപ്പെട്ടു പോകുന്ന, അതെ അങ്ങോട്ട് പോകുന്ന പല ദിവസങ്ങളിലും
നിരാശയോടെയാണ് മടങ്ങി വന്നെങ്കിൽ ദൈവാത്മാവെന്ന് കാണുകയാണ്. ഞാൻ ചില കുടുംബങ്ങളെ കാണുകയാണ്, ചില വ്യക്തി ജീവിതങ്ങളെ കാണുക. അതെ, എത്രയോ ദിവസങ്ങൾ ഭാരപ്പെട്ട രാത്രി ദൈവം ഒരു വിട നൽകാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുക. ദൈവത്തിന്റെ മഹത്വം കയറ്റിക്കൊണ്ട് തളവാദിയായിരുന്നവൻ സൗഖ്യം പ്രാപിച്ച് മടങ്ങി വന്നപ്പോൾ ഒരു ആരാധന ഉണ്ടായതുപോലെ, അതെ, നമ്മുടെ കുടുംബങ്ങളിൽ ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം ഉയരാൻ പോകുന്നതിനായി കർത്താവ് ഞാൻ സ്തോത്രം കരയേറ്റുന്നു, ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ഇരിക്കുന്ന സ്ഥലത്ത് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ചില വ്യക്തികളുമേ ദൈവാത്മാവിനെ സ്പർശിച്ചിട്ടുണ്ട്. എന്നെൻ്റെ ഭാരം തീരും, എന്നെൻ്റെ വേദന മാറും, എന്നെൻ്റെ കടം മാറും, എന്നെൻ്റെ ഭാരം, എൻ്റെ ദുഃഖം മാറും, എൻ്റെ വിഷയങ്ങൾക്കൊരു പരിഹാരമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട്, വിലപിച്ചുകൊണ്ട്, ഭാരപ്പെട്ടുകൊണ്ട്, ആരും കാണാതെ വലിയ ദുഃഖഭാരം പേറുന്ന ജീവിതമേ, രാത്രി ദൈവാത്മ പറയുക, അങ്ങോട്ട് നിന്നെ ചുമന്നുകൊണ്ടാ പോയതെങ്കിൽ, നീ ഭാരം പേറിയവനാ പോയതെങ്കിൽ, നിന്റെ ഭാരമെല്ലാം മാറി സ്വസ്ഥതയുള്ളവനായി, വിടുതലുള്ളവനായി, സമാധാനമുള്ളവനായിട്ടാ മടങ്ങി വന്ന് ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് മടങ്ങി വന്നതുപോലെ ദൈവാത്മാവ് മടക്കി യാത്ര അനുഗ്രഹമാക്കി തീർക്കും. നീ പണ്ടു പോയതുപോലെ അല്ല. ദിവസങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രീതിയിൽ ദൈവസന്നിധിയിൽ ദൈവത്തെ ആനന്ദത്തോടെ ആരാധിക്കുവാൻ വേണ്ടി, സ്റ്റെപ്പുകൾ കയറാൻ വേണ്ടി, ചില കുഞ്ഞുങ്ങളുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ഭവനത്തിലേക്ക് കരയേറാത്തക്കവണ്ണം ദൈവാത്മ വഴിയൊരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നടക്കുകയില്ല, സംഭവിക്കില്ലെന്ന് വാദിച്ചുകൊണ്ട് ദുഷ്ടപിശാചെ, എല്ലാ പാരമ്പര്യ പോരുകളെ, ശക്തികളെ നാസയുടെ നാമത്തിൽ ശാസിക്കുകയാണ്. അത് സംഭവിക്കുകയില്ല. ആ തലമുറകളെ കാണുകയില്ല, നന്മ കാണുകയില്ലെന്ന് വാദിച്ചുകൊണ്ട് ബന്ധിച്ചുകൊണ്ടിരുന്ന ആ പോരിനെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ്. ദിവസങ്ങളിൽ അനുഗ്രഹത്തോടെ, സന്തോഷത്തോടെ ഭവനത്തിന് അന്തരീക്ഷത്തിലേക്ക് ഗൃഹപ്രവേശനം നടത്തത്തക്കവണ്ണം ദൈവ വഴി തുറക്കുന്നതിനായി ഞാൻ ദൈവത്തിന് കോടാനുകോടി സ്തോത്രം അർപ്പിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇരിക്കുന്ന സ്ഥലങ്ങളിൽ കരമുയർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അത്ഭുതങ്ങളെ ദൈവം പ്രവർത്തിക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അല്പസമയം ദൈവത്തെ ആരാധിക്കുക. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യാൻ പോവുക. രക്തത്താൽ ചെയ്യും, രക്തത്താൽ ചെയ്യും. കുഞ്ഞാടിന് മഹത്വം, കുഞ്ഞാടിന് മഹത്വം, കുഞ്ഞാടിന് മഹത്വം, കുഞ്ഞാടിന് മഹത്വം. രക്തം, 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 യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തത്താൽ ചെയ്യും. Glory to Jesus. Hallelujah. പാപം മാറിയാൽ, നീതീകരണം സംഭവിച്ചാൽ, ദൈവത്തിന്റെ വചനം വ്യാപരിച്ചു കഴിഞ്ഞാൽ അവിടെ ദൈവത്തെ മഹത്വീകരിക്കും. സ്ഥിതികൾക്ക് മാറ്റം വരും, അത്ഭുതങ്ങൾ നടക്കും, ദൈവപ്രവൃത്തി ഉണ്ടാകും. ദിവസങ്ങളിൽ നീ വീടിന്റെ ഇനി അകത്തേക്ക് പ്രവേശിക്കുന്നത് സന്തോഷത്തോടെ ആയിരിക്കും, നിരാശയോടെ ആയിരിക്കത്തില്ല, വിലാപത്തോടെ ആയിരിക്കത്തില്ല, ദുഃഖത്തോടെ ആയിരിക്കത്തില്ല, നെടുവീർപ്പോടെ ആയിരിക്കത്തില്ല. ദിവസങ്ങളിൽ കാര്യങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടായി അനുഗ്രഹത്തോടെ ഭവനത്തിലേക്ക് പ്രവേശിച്ചതുപോലെ ദിവസങ്ങളിൽ ദൈവത്തെ മഹത്വീകരിച്ചുകൊണ്ട് എൻ്റെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചെന്ന് വീടുകളിൽ ഘോഷിക്കത്തക്കവണ്ണം ദൈവാത്മാവിന്റെ രാത്രി പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. അതെ, ഒരു വീടിന്റെ മേൽക്കൂര പൊളിച്ചെങ്കിലും ഒരുവന്റെ വീട് പണിയപ്പെട്ടു. രാത്രിയിൽ ചിലത് പൊളിയുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചിലരെ പണിതെടുക്കാൻ വേണ്ടി നാം ദിവസങ്ങളിൽ ദൈവത്തിൽ യാചിച്ചുകൊണ്ടിരിക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പോൾ യേശു കർത്താവിന്റെ നാമത്തിൽ വിശ്വസിച്ചാൽ അവിടെ നമുക്കറിയാവുന്ന ഭാഗം കൂടി ഒന്ന് വായിച്ച് ചിന്തിച്ച് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കാം. നമുക്ക് പുതിയ നിയമത്തിൽ കർത്താവിന്റെ ബന്ധത്തിൽ കർത്താവ് എന്ന ഭവനങ്ങളൊക്കെ അത്ഭുതം നടന്നില്ലേ? മരണത്തിന്റെ വാതിലിനെ ദൈവം തുറന്നില്ലേ? കല്ലറയുടെ വാതിലിനെ ദൈവം തുറപ്പിച്ചില്ലേ? അവരൊരിക്കലും അങ്ങനെ ചെയ്യുന്നതല്ല. ഒരിക്കൽ വെച്ച് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി അവരൊരിക്കലും കാത്തിരിക്കുന്നതല്ല. പക്ഷേ യേശു എത്തിയ ലാസറിന്റെ കല്ലറയ്ക്കൽ കർത്താവ് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ അത്ഭുതം പ്രവർത്തിപ്പാനിടയാത്തുന്നു.
അവൻ്റെ കെട്ടഴിപ്പാനിടയാത്തും. അവിടെയും കർത്താവ് അവനെ ബന്ധിച്ചിരുന്ന കെട്ട് അഴിക്കാൻ അവിടെ പറഞ്ഞു. അപ്പോൾ കർത്താവ് എവിടെ ചെന്നാലും അവിടെ പ്രവർത്തികൾക്ക് ഉണ്ടാകും. സാത്താൻ ബന്ധിച്ചതിനെ അഴിക്കുവാൻ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സഭ സ്ഥാപിതമായ ശേഷമായി നമുക്കറിയാം, ഇത് ഈ വചനം വളരെ ശക്തിയോടെ ഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. നാം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നാണ്, അല്ലേ? ഒരു സുവിശേഷകനായിരിക്കുന്നവരുടെ പ്രത്യേക ഏറ്റവും വലിയ ഒരു വചനമാണ് ഈ പറയുന്ന വചനം. നമ്മളെപ്പോഴും എവിടെ ചെന്നാലും ഈ വചനം നമ്മൾ പ്രസംഗിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതൊരു ചോദ്യത്തിന് ഉത്തരമാണ്. ഇവൻ ചോദിക്കുക, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിക്കുക. ഈ കാരാഗ്രഹപ്രമാണി ചോദിക്കുകയാണ്. കാരാഗ്രഹത്തിന്റെ വാതിലുകളൊക്കെ തുറന്ന് അവൻ ബന്ധിച്ചു വെച്ചിരുന്ന, ഒരിക്കലും തുറക്കരുതെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന വലിയ, നമുക്കറിയാം, ജയിലറുകളൊക്കെ കാണുമ്പോൾ കാണാം. പക്ഷെ അതൊക്കെ ഒരിക്കലും തുറക്കില്ല. അതാർക്കും അവിടുന്ന് ആരെയും റിലീസ് ചെയ്യാൻ കഴിയാത്ത, ആർക്കും ചെല്ലാൻ കഴിയാത്ത കാരാഗ്രഹമാണ്. പൗലോസിനെയും ശീലാസിനെയും പിടിച്ചു കെട്ടി അവിടെ ഇട്ടു. ദേവദാസന്മാരെ ഇട്ട നിരവധി കാരാഗ്രഹങ്ങൾക്ക് ഓരോ കാര്യം അവിടെ സാക്ഷ്യം പറയാനുണ്ട്. ഇന്നും ഞാൻ പറയട്ടെ, അനേക സ്ഥലങ്ങൾക്ക് സാക്ഷ്യം പറയാനുണ്ട്. ദൈവമക്കളെ ഒതുക്കാൻ വേണ്ടി ശ്രമിച്ച പല കാരാഗ്രഹങ്ങളുണ്ട് കേട്ടോ. അവിടെ ഇട്ട് പൂട്ടുവാൻ വേണ്ടി, ഒരിക്കലും അഴിക്കാതിരിക്കാൻ വേണ്ടി, നിന്നെ വെളിക്കൊണ്ട് അയക്കാൻ വേണ്ടി പലയിടത്തും പൂട്ടിയതാ. പക്ഷേ ദൈവത്തിന്റെ കൃപ കൊണ്ടാ ദൈവം നിന്റെ ദൂതനെ ഇറക്കി അവിടെ വിടുതലുണ്ടായത്. അപ്പൊ ഈ പൗലോസിനെയും ശീലാസിനെയും അവിടെ അവര് ബന്ധിച്ചിട്ടപ്പോഴും കാരാഗ്രഹത്തെ അവർ ആരാധന സ്ഥലമാക്കി മാറ്റി. ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന പ്രവൃത്തി ഉണ്ടായി കഴിഞ്ഞപ്പോൾ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കുവാനിടയാ തീർന്നു. അത് രാത്രി അവർ എഴുന്നേറ്റ് പാടി ദൈവത്തിന് മഹത്വം കരയേറ്റി. അവിടെ ഹൃദയത്തെ ദൈവസ്ഥനിൽ പകർന്നപ്പോൾ അവിടെ വലിയ ഒരു ശക്തി വ്യാപരിപ്പാനിടയാ തീർന്നു. ഈ സന്ദർഭത്തിൽ ഇവർക്ക് ആകെ വിഷമം ഉണ്ടായത് മറ്റൊന്നിലുമല്ല. ഈ വിഷയങ്ങൾ കണ്ടുകൊണ്ട് പരിഭ്രാന്തനായി നിൽക്കുന്ന കാരാഗ്രഹപ്രമാണി അവൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാണ് അവിടെ ഉണ്ടായ വിഷയം. അപ്പോൾ ആ സമയം ഉണ്ടായപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, നിനക്കൊരു ദോഷവും വരുത്തരുതെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറയാണ്, ചാടി വിളച്ചുകൊണ്ട് പൗലോസിന്റെ ശീലാസിന്റെയും മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്ന്, യജമാന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ അവരോട് ചോദിക്കുക, ഞങ്ങൾ എന്ത് ചെയ്യണം രക്ഷ പ്രാപിപ്പാൻ? രക്ഷയുടെ മാർഗമല്ലേ നിങ്ങൾ സംസാരിക്കുന്നത്? എൻ്റെ വീടിനൊരു രക്ഷ ആവശ്യമാണ്. എൻ്റെ അർത്ഥം അവന് സാമ്പത്തികമില്ലെന്നോ അല്ലെങ്കിൽ അവന് ആ പ്രയാസമുള്ളവൻ അല്ല. പക്ഷെ അവൻ്റെ മനസ്സിലായി, ഇവർ മറ്റൊന്നിനും വേണ്ടി അല്ല കഷ്ടം സഹിക്കുന്നത്. മനുഷ്യവംശത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം മനുഷ്യവംശത്തെ, ആദമീയ കുടുംബത്തെ സ്നേഹിച്ച് അവനെ വിടുവിക്കുവാൻ, സാത്താന്റെ തലയെ തകർക്കാൻ വേണ്ടി യേശു കർത്താവ് പ്രത്യക്ഷമായി മനുഷ്യവർഗത്തെ, മനുഷ്യ കുടുംബത്തെ സ്വർഗീയ കുടുംബമാക്കി മാറ്റാൻ വേണ്ടിയാ യേശു ലോകത്തിൽ വന്നത്. അപ്പോൾ കർത്താവിന്റെ പ്രവൃത്തി മുഖാന്തരമായി ദൈവത്തിന് അകന്നുപോയ ആദമീയ കുടുംബം ദൈവത്തോട് ഒന്നായിത്തീരാൻ വേണ്ടി യേശു കർത്താവ് തന്റെ ജീവനം നൽകി രക്ഷ നൽകുവാൻ എത്തുന്നു. ആ സന്ദേശമാണ് ഇവിടെ ഇവര് പറയുന്നത്. ഇവർ പറഞ്ഞു, മനുഷ്യൻ മുഴുവൻ പാപം ചെയ്ത് ദൈവതയെ നഷ്ടപ്പെട്ടു പോയത്. നീ റോമൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥ, റോമൻ പാരമ്പര്യമുള്ളവനാ, ആ രീതിയിൽ ജീവിക്കുന്നവനാ, പക്ഷേ നിനക്ക് രക്ഷ എന്താണെന്ന് അറിയത്തില്ല. എന്നാൽ അവരോട് ചോദിച്ചു, ഞാൻ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അവർ പറഞ്ഞു. ഒരൊറ്റ വാക്ക് പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ ഞങ്ങൾക്ക് വിടുതൽ കിട്ടുമോ? നിനക്ക് വിടുതൽ കിട്ടും. നീയല്ലേ ബന്ധിച്ചിട്ടത്? ഈ കാരാഗ്രഹത്തിലെ ചങ്ങല കൊണ്ട് ബന്ധിച്ചതല്ലേ? ഞങ്ങളെ അടിച്ച് തകർത്തതല്ലേ? ഞങ്ങളെ വിടുവിപ്പാൻ കഴിവുള്ള ദൈവത്തിന് നിന്നെയും നിന്റെ കുടുംബത്തെ രക്ഷിപ്പാൻ കഴിയുമെന്ന് പറഞ്ഞു. അവൻ ആ വചനം വിശ്വസിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവൻ ആ വചനം വിശ്വസിച്ച കാരണം അവന്റെ ജീവന്റെ നിലനിൽപ്പ് അവന് മനസ്സിലായി. ഈ ദൈവദാസന്മാരുടെ വാക്കുകളാണ്. അവർ പറഞ്ഞു, നിനക്കൊരു ദോഷം വരുത്തരുത്, നിന്റെ ജോലിക്കൊരു പ്രശ്നമുണ്ടാകത്തില്ല, നിങ്ങൾ ഇവിടുന്ന് ആരും ഓടിപ്പോകത്തില്ല, ഇവിടെ ഒരൊറ്റ മനുഷ്യൻ പോലും ഓടിപ്പോയി ഡിവിഷൻ നിനക്കുണ്ടാകത്തില്ല, എന്നാലെല്ലാം അവിടെ ചങ്ങല അഴിഞ്ഞിരിക്കും എന്ന് മാത്രമാണ് അവിടെ സംഭവിച്ചത്. അത് അവന്റെ ജീവിതത്തിൽ വലിയ ശാന്തത കൊടുക്കുവാൻ ഇടയായി തീർന്നു.
വല്ലാതെ പരിഭ്രാന്തനായിപ്പോയി. അവൻ ഉത്തരവാദിത്വം കൊടുക്കേണ്ടവനാ. അവന് ആരോടും പറഞ്ഞാൽ അത് അംഗീകരിക്കത്തില്ല. ഇങ്ങനെ ഭൂകമ്പം ഉണ്ടായെന്നും ചങ്ങല അഴിഞ്ഞു വീണമെന്നൊക്കെ പറഞ്ഞാൽ മറ്റാരും അംഗീകരിക്കത്തില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ അവൻ വളരെ പരിഭ്രാന്തനായി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ദാസന്മാരുടെ വചനം അവനെ ആശ്വസിപ്പിച്ചു. അവരെന്താ പറഞ്ഞറിയാവോ? അവിടെയും അവർ അവനെ ആശ്വസിപ്പിക്കുക. അവൻ തന്നെത്താൻ വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അവൻ നോക്കിയപ്പോൾ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, ഇനി മുമ്പോട്ട് യാതൊരു ഗതിയുമില്ല. അവനെല്ലാം മറന്നു, കുടുംബത്തെ മറന്നു, സകലത്തെ മറന്നു. അവൻ വിചാരിച്ചു, ഞാൻ കണക്ക് ബോധിപ്പിക്കണം. അതുകൊണ്ട് അവൻ വല്ലാതെ ഭാരപ്പെടുകയാണ്. ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞുവെന്ന് വിചാരിച്ചിട്ട് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ശ്രമിച്ചു. ഈ സന്ദർഭത്തിൽ പൗലോസ് പറയുകയാണ്, അപ്പോൾ പൗലോസ്, നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഒരു ആത്മഹത്യക്ക് പോകുവാൻ തയ്യാറായി നിൽക്കുന്ന, ഇനി ജീവിതം വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ നിൽക്കുന്ന കാരാഗൃഹ പ്രമാണി. വെറുതെ ഒരു സംഭവം. നമ്മുടെ ഇവിടെ എല്ലാം പൗലോസിന്റെ ശീലാസിന്റെ വിടുതൽ മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ ഒരു മറുഭാഗത്ത് ഒരുവന്റെ കുടുംബത്തിൽ ദൈവം രക്ഷ കൊടുക്കാൻ പോവുകയാണ്, ദൈവപ്രവൃത്തി ഉണ്ടാകാൻ പോവുക. നമ്മളെപ്പോഴും പ്രസംഗിക്കുമ്പോൾ പൗലോസിനെ ശീലാസിനെ വിടുവിച്ചതേ പറയുള്ളൂ. പക്ഷേ കാരാഗൃഹ പ്രമാണിയുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം ഞങ്ങൾക്ക് മനസ്സിലായോ? അവൻ എന്താ ചെയ്തെന്നറിയാമോ? ഈ സംഭവമെല്ലാം ഉണ്ടായി അവിടെ പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയ ഒരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിന്റെ വാതിൽ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗൃഹ പ്രമാണി ഉറക്കമുണർന്ന് കാരാഗൃഹത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്ന കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞെന്ന് ഊഹിച്ചു. ഇവൻ കിടന്നുറങ്ങിയതാ, സ്വസ്ഥമായി കിടന്നുറങ്ങി. ജോലിയെല്ലാം ചെയ്ത് എല്ലാം ക്ലിയർ ആണ്, എല്ലാ സെല്ലിലുള്ളവരും സേഫാണ്, അവിടെ ഉണ്ട് എന്ന് ഉറപ്പാക്കിയിട്ടാണ് കിടന്നുറങ്ങിയത്. ഈ കാരാഗൃഹ പ്രമാണിക്ക് അവർ തെളിവ് കണക്ക് കൊടുക്കണം. ഇത്ര മണിക്കൂർ കഴിയുമ്പോൾ എല്ലാ സെല്ലിലും ആൾക്കാരുണ്ടെന്നും അവരൊക്കെ അവിടെ ഉണ്ടെന്നുമുള്ള കണക്ക് കിട്ടി സ്വസ്ഥമായി കിടന്നുറങ്ങിയതാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം ഭൂകമ്പമൊക്കെ ഉണ്ടായി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. നിങ്ങൾ വിചാരിക്കുന്നല്ലേ സെല്ലിൽ എന്ന് പറഞ്ഞാൽ ഒരു കണക്കില്ലാതെ വെറുതെ ഇട്ടിരിക്കുകയല്ല. അവിടെ ചലനങ്ങൾ എല്ലാം സൂക്ഷിക്കാൻ അവിടെ വീക്ഷിച്ചുകൊണ്ട് ആൾക്കാർ എപ്പോഴുമുണ്ട്. അവൻ്റെ കണക്ക് കൊടുക്കുന്നുണ്ട്. ആരൊക്കെ ഉണ്ട്, എവിടെയൊക്കെ ഉണ്ട്, എന്തൊക്കെ ഉണ്ടെന്നുള്ള കൃത്യമായ കണക്ക് എപ്പോഴും അവിടെ എത്തിക്കൊണ്ടിരിക്കും. ഇവനതെല്ലാം വാങ്ങിച്ചു വെച്ച്, ഈ റിപ്പോർട്ടെല്ലാം വാങ്ങിച്ചു വെച്ച് കിടന്നുറങ്ങിയതാണ്. എല്ലാവരും കൊണ്ട് സ്വസ്ഥമായി കിടക്കുന്നു, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവനറിയത്തില്ലായിരുന്നു അവിടെ 2 പേരുണ്ടെന്നുള്ള കാര്യം. മറ്റുള്ള തടവുകാർ ഒരുപാട് പേരെ അവൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അടിച്ച് പുറം തകർന്ന് വല്ലാതെ വേദന അനുഭവിച്ച, വല്ലാതെ ഒരു തെറ്റും ചെയ്യാതെ അടികൊണ്ട് അവിടെ 2 പേരെ ബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അവൻ അറിയത്തില്ലായിരുന്നു ഇവരാരാണെന്നുള്ളത്. പക്ഷേ ഇന്ന് രാത്രിയിൽ അവന് മനസ്സിലായി, ഇവർ അടിസ്ഥാനങ്ങളെ കുലുക്കുന്നവരാണെന്ന്. ദൈവത്തിൽ വിശ്വസിക്കുന്നവന്റെ പാട്ടിനും പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ഏത് റോമൻ കാരാഗൃഹത്തിന്റെ അടിസ്ഥാനങ്ങളെ കുലുക്കാൻ കഴിയും. അതുകൊണ്ട് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കൊള്ളുക, ആരാധിച്ചു കൊള്ളുക. ചില അടിസ്ഥാനങ്ങളെ കുലുക്കും. നിന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന ബന്ധനങ്ങളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങത്തക്കവണ്ണമുള്ളതാണ് പാട്ടും പ്രാർത്ഥനയും ആരാധനയും. അത് ആരാധിച്ചു കഴിഞ്ഞപ്പോൾ, അവിടെ വിടുന്നുണ്ടായപ്പോൾ ഇവന് മനസ്സിലായി ഈ എന്തോ ഒരു സംഭവം നടന്നുള്ളത്. എന്താ കാര്യം? എന്താ നടന്നത്? 2 വ്യക്തികൾ ദൈവത്തിൽ അങ്ങ് വിശ്വസിച്ച് അവർ പാടി ദൈവത്തിന് മഹത്വം കരേറ്റി സ്തോത്രം ചെയ്ത് കഴിഞ്ഞപ്പോൾ അടിസ്ഥാനങ്ങൾ കുലുങ്ങിയെന്ന്. രാത്രി ഞാൻ ചില അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നത് കാണുക. എന്നാൽ ഒരിക്കലും മാറ്റമില്ലാത്ത ഒരടിസ്ഥാനം ഇട്ടുകൊടുത്ത അവന്റെ കുടുംബത്തിന്, ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് അവന്റെ കുടുംബത്തെ പണിയുവാൻ ഇടയാക്കുന്നത് ചില അടിസ്ഥാനങ്ങൾ കുലുങ്ങിയതുകൊണ്ടാണ്. ഒന്നാമത്തെ സംഭവം നമ്മൾ മനസ്സിലായി. ഒരുവന്റെ വീട് പൊളിഞ്ഞപ്പോൾ മറ്റൊരുത്തന്റെ വീട് പണിയപ്പെട്ടു. ഇവിടെ ചില അടിസ്ഥാനങ്ങൾ കുലുങ്ങിയപ്പോൾ എന്നേക്കും നിൽക്കുന്ന ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുവൻ പണിയപ്പെടുവാൻ, കുടുംബം പണിയപ്പെടുവാൻ ഇടയാത്തുന്നു. അതേ കുലുങ്ങിയെങ്കിൽ മാത്രമേ ഈ ദിവസങ്ങളിൽ പണി നടക്കുകയുള്ളൂ. അപ്പോൾ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. അതുവരെ വിചാരിച്ചുകൊണ്ടിരുന്നത്
റോമൻ ഗവൺമെന്റും റോമൻ നിയമങ്ങളും റോമൻ മതങ്ങളുമാണ് ഏറ്റവും വലുതെന്നാണ്. ഒരിക്കലും കുലുക്കാൻ കഴിയാത്ത അചഞ്ചലമായ ശക്തിയാണ് റോമൻ സാമ്രാജ്യത്വമെന്നും അതിന്റെ കാരാഗ്രഹങ്ങളെന്നും വിചാരിച്ചുകൊണ്ടിരുന്ന അതിന്റെ ആ ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറമായി ഒരുത്തിനും വെളി വരാൻ കഴിയത്തില്ലെന്നത് അവർക്കറിയാവുന്നതാ. പക്ഷേ ഒരു കാര്യം അവൻ അറിയത്തില്ലായിരുന്നു, അവിടെ രണ്ടുപേരുണ്ടായിരുന്നു നിസ്സാരന്മാരെന്ന് കരുതിയവർ. അവർ രണ്ടുപേർ അവർ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തിയപ്പോൾ ആ അടിസ്ഥാനമിട്ടിരുന്ന, ഒരിക്കലും ഇളകി മാറാത്ത, ആർക്കും പൊളിച്ചു മാറ്റാൻ കഴിയാത്ത അടിസ്ഥാനം പോലിട്ടിരുന്ന കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നു. അതിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങിയപ്പോൾ മറ്റൊരു സംഭവം നടന്നത്. ഇവൻ മരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. ഇനിയും വിചാരിച്ചു ഇനി ജീവിതം വേണ്ടെന്ന്. കലാപ്രമാൺ വിചാരിച്ചു ഇനി ജീവിക്കണ്ട. കാരണം അവൻ സ്വസ്ഥമായിരുന്നത് ഈ കാരാഗ്രഹത്തിന്റെ പണിയൊക്കെ പൂർത്തീകരിച്ച് ജോലിയൊക്കെ കൃത്യമായിട്ട് പോയി കഴിഞ്ഞാൽ സ്വസ്ഥതയോടെ ജീവിക്കാം. പക്ഷേ ഈ ഡ്യൂട്ടിക്കിടയിൽ പ്രശ്നമുണ്ടായി. അത് നോക്കിയപ്പോൾ കണക്ക് ബോധിപ്പിക്കണം, എല്ലാവരും ഓടിപ്പോയി കഴിഞ്ഞാൽ വിസ്തരിച്ചിട്ട് കൊല്ലും. അപ്പം അതിനേക്കാൾ മുമ്പ് ആദ്യമേ അങ്ങ് മരിച്ചേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വാളൂരി. മറ്റുള്ളവർ ഓടിപ്പോയാൽ അവരെ കൊല്ലാൻ വേണ്ടി വെച്ചുകൊണ്ടിരിക്കുന്ന കയ്യിലിരിക്കുന്ന വാള്. പക്ഷേ അവൻ നോക്കിയപ്പോൾ ഇവരെല്ലാം ഓടിപ്പോയി, ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെത്താൻ കൊല്ലാൻ വേണ്ടി വാളൂരിയപ്പോൾ അവൻ കുടുംബത്തെ ഓർത്തില്ല, മക്കളെ ഓർത്തില്ല. പ്രിയപ്പെട്ടവരെ, ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ പലരും എല്ലാവരെയും മറന്നു കളയും. ഒരു സ്നേഹിക്കുന്ന ഒരു മുഖത്തെ ഓർത്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ആത്മഹത്യ ചെയ്യാൻ കഴിയത്തില്ല. അനേകരുടെ ജീവിതത്തിൽ സാത്താൻ മറപ്പിച്ചു കളയും. പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നു കഴിയുമ്പോൾ അതിനെ മാത്രം കാണിക്കും. മരിച്ചാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരും. കാരാഗ്രഹപ്രമാണിയുടെ ജീവിതത്തിൽ അതാ സംഭവിച്ചത്. അവനെല്ലാം മറന്നു. അവൻ്റെ കുഞ്ഞുങ്ങളെ മറന്നു, കുടുംബത്തെ മറന്നു, അവൻ്റെ പദവി മറന്നു, എല്ലാം മറന്നു. അവൻ വിചാരിച്ചു ഇനി ജീവിതം വേണ്ട എന്ന്. പക്ഷെ എന്നാൽ അവിടെ ദൈവത്തിൻ്റെ ദൂതറിയിക്കുന്ന, ആത്മഹത്യയെ മാറ്റിവിടുന്ന, മരണത്തെ നീക്കിവിടുന്ന, അതേ പൈശാചികന്റെ പ്രവൃത്തികളെ അഴിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ അവിടെ ഉണ്ടായിരുന്നു. രാത്രിയിൽ ദൈവത്തിൻ്റെ ദാസന്മാർ എവിടെ മുട്ടുമടക്കുന്നുണ്ടോ, എവിടെ പ്രാർത്ഥിക്കുന്നുണ്ടോ, അവിടെ പ്രശ്നങ്ങളുണ്ടാകാം, അവിടെ വിഷയങ്ങളുണ്ടാകാം. പക്ഷേ ദൈവം മാറ്റേണ്ടതിനെ മാറ്റുവാൻ രാത്രിയിലും വ്യാപരിക്കുന്നുണ്ട്. ഈ കാരാഗ്രഹപ്രമാണി സ്വയമായിട്ട് മരിക്കാൻ ശ്രമിച്ചപ്പോൾ പൗലോസ് അവിടെ വിളിച്ചു പറയുകയാണ്, നിനക്കൊരു ദോഷവും ചെയ്യരുത്, നീ ഭാരപ്പെടുന്ന വിഷയം ഞങ്ങൾ ഓടിപ്പോയെന്നാണ്. പക്ഷേ ഞങ്ങളാരും ഓടിപ്പോയിട്ടില്ല, ഞങ്ങളെല്ലാവരും ഇവിടെയുണ്ട്. ഞാൻ പറയുന്നത് അവിടെ അത് ആ ചങ്ങല അഴിഞ്ഞു വീണപ്പോൾ ഇവിടെ കിടന്നവർക്കെല്ലാം ഓടിപ്പോകാൻ ആഗ്രഹമുള്ളവരാ. പക്ഷെ ഒരുത്തന്റെ കാലിന് പോലും ഇഴവുണ്ടായില്ല. കാരണം എന്തെന്നറിയാമോ? ദൈവത്തിന്റെ വെളിച്ചം അവിടെ പ്രകാശിച്ചിരുന്നു. ചങ്ങല അഴിഞ്ഞു വീണു, പക്ഷേ ഓടിപ്പോകാൻ കഴിയാത്ത വിധത്തിൽ അവരെ അവിടെ പിടിച്ചു നിർത്തിയത് ദൈവത്തിന്റെ പ്രകാശമാ, ദൈവത്തിന്റെ തേജസ്സാ. അപ്പോൾ അവിടെ ഒരു മരണമുണ്ടാകാതിരിക്കാൻ വേണ്ടി, ഒരൊറ്റ എണ്ണം പോലും ഓടിപ്പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇന്ന് രാത്രി ഒന്ന് ആത്മാവിലൊന്ന് അതിനെ ഒന്ന് കാണണം. പ്രിയപ്പെട്ടവരെ, ചങ്ങല അഴിഞ്ഞു വീണ് നിൽക്കുക. അതെ, അവരെല്ലാവരും ചങ്ങലയൊന്നുമില്ലാത്തവരാ. പക്ഷേ ഈ സമയത്ത് ഓടിപ്പോകേണ്ടവരാ, ഒരു ചാൻസ് കിട്ടേണ്ടതാ, വാതിൽ തുറന്നതാ, എല്ലാം അവർക്ക് അനുകൂലമായിട്ടുള്ളതാ. എങ്ങനെയെങ്കിലും വാതിൽ തുറന്നു കിട്ടിയിരുന്നെങ്കിൽ, എങ്ങനെയെങ്കിലും ചങ്ങല അഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ ഓടിപ്പോകാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന തടവുകാരാ. പക്ഷേ അവിടെ രണ്ടുപേരുണ്ടായിരുന്നു. അവർക്കറിയാമായിരുന്നു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അവിടെ വെളിച്ചം മിന്നിയപ്പോൾ, അവിടെ ദൈവ തേജസ് ഇറങ്ങിയപ്പോൾ, അവിടെ അവരുടെ ചങ്ങലകൾ മറ്റൊരു അഴിഞ്ഞെങ്കിലും ആർക്കും ഓടിപ്പോകുവാൻ അവർക്ക് കഴിവില്ലാതായിപ്പോയി. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നീ ഭയപ്പെടേണ്ട, അതൊന്നും സംഭവിച്ചിട്ടില്ല. ഇതാണ് അവന്റെ ജീവിതത്തില് മാനസാന്തരത്തിന് കാരണമായിട്ട് തീർന്നത്, അല്ലേ? ഈ സമയത്ത് ദൈവത്തിന്റെ വചനം അവിടെ പറയുകയാണ്, നിനക്ക് ദോഷം ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു. ഏത് വിഷയമാണോ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ വിഷയത്തെ ഭയപ്പെടേണ്ട എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ധൈര്യമുണ്ടാകും. അവിടെയാണ് നിരാശയും മരണമൊക്കെ മാറിപ്പോകുന്നത്, അല്ലേ? കർത്താവായ യേശു വിശ്വസിച്ച് ഇവർ പറഞ്ഞ എന്താ? നിനക്കൊരു ദോഷം ചെയ്യരുത്.
ഞങ്ങളാരും ഓടിപ്പോയിട്ടില്ല. നിന്റെ പ്രശ്നമാണ്, നിന്റെ മനസ്സിന്റെ വിഷയം അതാ. നിന്റെ വിഷയം ഞങ്ങളെല്ലാം ഓടിപ്പോയി. നാളെ നീ ആ ജോലി ഉള്ള ബന്ധത്തിൽ നീ കണക്ക് ബോധിപ്പിക്കുമ്പോൾ നീ ശിക്ഷ അനുഭവിക്കണം. പക്ഷെ അതാണ് നിന്റെ പേടി, നിന്റെ ഭയം അതാ. പക്ഷെ അത് നിനക്കത് സംഭവിക്കത്തില്ല, ഞങ്ങളെല്ലാവരും കൂടി ഉണ്ട് എന്നുള്ള ദൂത് പറഞ്ഞപ്പോഴാണ് പറയുന്നത്. പറഞ്ഞപ്പോൾ ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചും കൊണ്ട് പൗലോസിന്റെയും ശീലാസിന്റെയും മുമ്പിൽ വീണു. അവൻ ചോദിച്ച വെളിച്ചം വാസ്തവത്തിൽ ജീവന്റെ വെളിച്ചമാണ് ചോദിച്ചത്. എനിക്ക് ജീവിക്കണമെന്ന് അവൻ പറഞ്ഞത്. മരണമാണ് അവനെ പിടിച്ചത്, കൊല്ലാൻ വേണ്ടി ഒരുങ്ങിയത്. പക്ഷേ ഇവൻ ചോദിച്ച് എനിക്ക് വെളിച്ചം വേണമെന്നാണ്. വെളിച്ചം ചോദിച്ചുകൊണ്ട് മരണം അവനെ പിടിക്കേണ്ടതായിരുന്നു. ആ നിമിഷം പിടിച്ചതാ. ഒരു സെക്കൻഡ് കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ആ മരണത്തിന് കീഴ്പ്പെടുമായിരുന്നു, ഇരുൾ അവനെ കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ അവന്റെ ജീവിതത്തിൽ അവൻ ചോദിച്ച വെളിച്ചം ജീവനാണ് ചോദിച്ചത്. എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ പൗലോസിന്റെ ശീലാസിന്റെ മുമ്പിൽ വീണത്. വെളിച്ചം ചോദിച്ചുകൊണ്ട് ചാടി വിറച്ചും കൊണ്ട്, വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചും കൊണ്ട് പൗലോസിന്റെയും ശീലാസിന്റെയും മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്ന് മരിക്കാൻ വേണ്ടി ഇരുൾ പിടിച്ച അവന്റെ ജീവിതത്തിന് മാറ്റം വരുത്തി. അന്ന് വരെയും അവൻ കാണാത്ത ഒരു വലിയൊരു സംഭവം അവനെ പിടിച്ചിരുന്നു. അവന് മനസ്സിലായി, എനിക്ക് ജീവിക്കണം, എനിക്ക് വെളിച്ചം വേണം. ലോകത്തിന്റെ വെളിച്ചമാകുന്ന ക്രിസ്തുവിനെയാണ് അവൻ ചോദിച്ചത്. എനിക്ക് വെളിച്ചം വേണം. ഇത് രാത്രി എത്ര പേർക്ക് പറയാൻ സാധിക്കും? എനിക്ക് ജീവിക്കണം, എനിക്ക് വെളിച്ചം ആവശ്യമാണ്. ജീവിതത്തിൽ നിരാശ തളം കെട്ടി മരിച്ചാൽ മതിയെന്ന് വിചാരിക്കുന്ന സന്ദർഭത്തിൽ, ഇതിന് വളരെ നാളുകളായിട്ടുള്ള വിഷയമല്ല, ഒരൊറ്റ നിമിഷം കൊണ്ടെടുത്ത തീരുമാനമാണ്, പെട്ടെന്നെടുത്ത തീരുമാനമാണ് മരിച്ചേക്കാമെന്ന്. പക്ഷേ അവരുടെ ജീവിതത്തിൽ ദൈവാത്ഭുതം ചെയ്തതുപോലെ അത് ചില പെട്ടെന്നുള്ള തീരുമാനമെടുത്ത് ദോഷം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദോഷം ചെയ്തത് നിങ്ങൾ ഭയപ്പെടുന്ന ഒന്നും നിങ്ങൾക്ക് ഭവിക്കത്തില്ല. നമ്മുടെ തലയിൽ നിന്ന് ഒരു മുടി പോലും താഴെ വീഴുന്നത് അറിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. വെളിച്ചം ചോദിക്കണം, വെളിച്ചം ക്രിസ്തുവിനെ ചോദിക്കണം. ലോകത്തിന്റെ വെളിച്ചമായി വന്ന ക്രിസ്തുവിനെ ചോദിക്കണം. യേശു മുഖാന്തരം മരണത്തിന് നീൾ മാറിപ്പോകും. രാത്രി ചില ജീവിതങ്ങളുടെ അകത്തുള്ള ചില നിരാശകൾ മാറിപ്പോകട്ടെ. അതെ, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കുന്ന ഇരുൾ മൂടിയ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്നത് ഈ വെളിച്ചത്തിൽ ശക്തിയാവരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഇവന്റെ കാര്യം മനസ്സിലായി. ഈ വെളിച്ചം ചോദിച്ചുകൊണ്ട് ചാടി വിളച്ചും കൊണ്ട് പൗലോസിന്റെ ശീലാസിന്റെ മുമ്പിൽ വീണു. എന്നിട്ട് ചോദിക്കുക, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? അവര് പറഞ്ഞു, നിനക്ക് കാരാഗ്രഹം ഉണ്ടാക്കി ചേർത്ത ജീവിതങ്ങളെ ബന്ധിച്ചിടാനേ പറ്റുള്ളൂ. അത് നിന്റെ ഡ്യൂട്ടിയാണ്. അത് തെറ്റിയതുവരെ ബന്ധിച്ചിടേണ്ട സ്ഥലമാണ്. നിങ്ങളുടെ രീതിയിൽ കുറ്റക്കാരായി കണ്ടതാണ്. പക്ഷേ ഞങ്ങൾ കുറ്റക്കാരല്ല, പാപം മോചിച്ചു കിട്ടിയവരും ദൈവത്തെ മഹത്വീകരിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്നവരുമാണ്. അവരെ കാരാഗ്രഹത്തിൽ ചെന്നാലും ആരാധിക്കും. ഞങ്ങൾ ദൈവത്തിന്റെ വെളിച്ചമുള്ളവരാ, ദൈവിക പ്രകാശമുള്ളവരാ. ഞങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചമുണ്ട്. അനേകർക്ക് വെളിച്ചം പകരാത്തക്കവണ്ണമാണ് ദൈവം ഞങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. അഭിഷേകത്തിന്റെ ശുശ്രൂഷ മുഖാന്തരമായി, അവിടുത്തെ അന്നത്തെ ആ പ്രവൃത്തി മുഖാന്തരമായി കാരാഗ്രഹ പ്രമാണിയുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായി. അവൻ കവണ് വീണുകൊണ്ട് പറഞ്ഞു, എൻ്റെ ജീവൻ രക്ഷിപ്പാനിടയാത്തുന്നത് നിങ്ങളുടെ ഇടപെടൽ മുഖാന്തരമാണ്. ഇതിന്റെ അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ നിലനിൽക്കുന്ന ഒരു അടിസ്ഥാനം ഉള്ളവരാണ് നിങ്ങൾ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങളുടെ അടിസ്ഥാനം ഇട്ടത് ഏതിലാണോ അതെങ്ങനെ എനിക്ക് പ്രാപിക്കാം എന്നാണ് അവൻ ചോദിച്ചത്. യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? അതെ, അടിസ്ഥാനമുള്ളവരായി തീരുവാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഈ കാണുന്ന ഇത് അടിസ്ഥാനം കുലുങ്ങി വെളിയിൽ കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
കാരാഗര പ്രമാണിക്ക് മനസ്സിലായി ഈ അടിസ്ഥാനങ്ങൾ, ലോകത്തിന്റെ സകല അധികാരത്തിന് അടിസ്ഥാനങ്ങൾ കുലുങ്ങി മാറും. എന്നാൽ ഒരിക്കലും മാറ്റമില്ലാത്ത അടിസ്ഥാനമുള്ള ഒരു സഭ കർത്താവ് പണിതിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ മനസ്സിലാകണം. എന്തെല്ലാം മാറിപ്പോയാലും, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ദൈവത്തിന്റെ വായിൽ നിന്ന് വചനങ്ങൾക്ക് മാറ്റമില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവസഭയെയാണ് അവിടെ വെളിപ്പെടുത്തി കൊടുത്തത്. പൗലോസ് ശീലാസും കൂടി പറഞ്ഞത്, നീ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞിട്ട് സഭയോടുള്ള ബന്ധത്തിൽ അവിടെ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു. കർത്താവ് സ്ഥാപിച്ച സഭ എന്താണെന്ന് അവിടെ വെളിപ്പെടുത്തുകയാണ്. അത് ജീവൻ പകരുന്നതാണ്, നിത്യജീവൻ പകരുന്നതാണ്. അവർ കർത്താവിൻ്റെ വചനം അവനോടും അവൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. പിന്നെ അവനെ വീട്ടിൽ കൈക്കൊണ്ടു അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീട് അടക്കം ആനന്ദിച്ചു. ഒന്ന് വരച്ചേക്കണം കേട്ടോ. സ്തോത്രം. പേനയുണ്ടെങ്കിൽ അത് വരച്ചേക്കണം. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് വീടടക്കം ആനന്ദിച്ചു. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് വീടടക്കം ആനന്ദിച്ചു. കർത്താവായ യേശു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവ് വിശ്വസിച്ച യാക്കോബിന്റെ ജീവിതത്തിൽ നിരാശയുടെ ദിവസങ്ങളായിരുന്നു, പ്രതിസന്ധി ദിവസങ്ങളായിരുന്നു. അവൻ്റെ മക്കളെല്ലാം ചിതറിപ്പോകുന്ന അവസ്ഥയിലായിരുന്നു. ദൈവം എല്ലാം ചേർത്ത് നിർത്തിയ അവസാനം അവനും കർത്താവ് വിശ്വസിച്ച മുഖാന്തരമായി ജോസഫിനോട് ഒരുമിച്ച് അവൻ്റെ സഹോദരങ്ങൾ സന്തോഷിച്ചു, ആനന്ദിച്ചു. അതെ, അവൻ്റെ പിതാവിനും ആ കൂടെയുള്ളവർക്കും ഒരുമിച്ച് സന്തോഷിപ്പാനുള്ള അവസരം ദൈവം ഒരുക്കിയതുപോലെ കുടുംബങ്ങളിൽ ഒരുമിച്ച് സന്തോഷിപ്പാനുള്ള അവസരം ദൈവം ഒരുക്കിയിട്ടുണ്ട്. വീടടക്കം ആനന്ദിക്കും എന്നുള്ള അവസരം ദൈവം ഒരുക്കിയിരിക്കുന്നു എന്ന ദൂത് കൈമാറിക്കൊണ്ട് ഞാൻ ഇന്നത്തെ ദൂതിന് വിരാമം ഇടുകയാണ്. അത് എനിക്ക് എൻ്റെ കുടുംബമായിട്ട് എല്ലാവരുമായിട്ട് ഒരുമിച്ച് സന്തോഷിക്കാൻ കഴിയുമോ എന്നതിന് സാധ്യമായിട്ട് തീരുമെന്ന് ആഗ്രഹിക്കുന്ന ജീവിതങ്ങളോട് രാത്രി ദൈവാത്മാവ് പറയുക. സ്ഥിതികൾക്ക് കർത്താവ് മാറ്റം വരുത്താൻ പോവുകയാണ്. ദൈവാത്മാവ് ചില അടിസ്ഥാനങ്ങൾ ഇളക്കാൻ പോവുകയാണ്. അത് ചില അടിസ്ഥാനങ്ങൾ അത് മുറുകി നിൽക്കുന്നത്, ചില പാരമ്പര്യത്തിൻ്റെ കെട്ടുകൾ അത് പ്രബലപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് ദൈവത്തെ കാണേണ്ടതുപോലെ കാണാൻ, വെളിച്ചം കാണാൻ കഴിയാതെ വിധത്തിൽ ആയിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. പല വിഷയങ്ങളിൽ അടിസ്ഥാനങ്ങൾ അതിൻ്റെ രീതിയിലുള്ള ദുഷ്ടതയുടെ അടിസ്ഥാനങ്ങളായി നിൽക്കുമ്പോൾ അതിനപ്പുറമായതിനെ കുലുക്കിക്കൊണ്ട് ദിവസങ്ങൾ ക്രിസ്തു എന്ന സ്ഥിരമായ അടിസ്ഥാനം, ദൈവത്തിന് അടിസ്ഥാനം അത് തിരിച്ചറിയുവാൻ ദൈവാത്മാവ് ഇടയാക്കുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരാഗ്രഹത്തിന് അടിസ്ഥാനം കുലുങ്ങിയതുകൊണ്ടും അവിടുത്തെ ജീവിതങ്ങളുടെ ചങ്ങല അഴിഞ്ഞതുകൊണ്ടുമാണ് ഇവിടെ ഈ കാരാഗ്രഹ പ്രമാണിക്ക് സ്ഥിരമായിട്ടുള്ള അടിസ്ഥാനമുള്ള ക്രിസ്തുവിന്റെ സഭയുടെ ഭാഗമായി തീരുവാൻ ഇടയാത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചില അടിസ്ഥാനങ്ങളെ ദൈവം കുലുക്കുന്നത് സ്ഥിരമായി നിൽക്കുന്ന അടിസ്ഥാനമുള്ള കുഞ്ഞാടിൽ വിശ്വസിക്കാൻ വേണ്ടിയാണ്. അവനിൽ വിശ്വസിക്കാൻ അവരോട് ദൈവവചനം പറഞ്ഞപ്പോൾ മാനസാന്തരത്തെക്കുറിച്ചും വിശ്വാസ സ്നാനത്തെക്കുറിച്ചും അഭിഷേകത്തെക്കുറിച്ചും അങ്ങനെയുള്ള ദൈവിക സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളെ അറിയിച്ചതുകൊണ്ടാണ് അവർ സ്നാനപ്പെട്ടപ്പോൾ കാരാഗ്രഹ പ്രമാണിയുടെ അന്നത്തെ ജീവിതത്തിൽ വന്ന വ്യത്യാസം വെളിച്ചം ചോദിച്ചപ്പോൾ കർത്താവായ യേശു വിശ്വസിക്കുന്ന നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞ ഒരൊറ്റ വാക്കത്ത് നിൽക്കുകയല്ല അവിടെ ചെയ്തത്. അത് വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവം പണിതിരിക്കുന്ന ദൈവസഭയെ വെളിപ്പെടുത്തി. രാത്രി ദൈവസഭയുടെ അംഗങ്ങളായി തീർന്നു കഴിഞ്ഞാൽ അവിടെ വീടടക്കം സന്തോഷിപ്പാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് രാത്രി നമുക്ക് ഒരുമിച്ച് പറയാം, കർത്താവായ യേശുവിൽ ഞാൻ വിശ്വസിച്ചതുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും രക്ഷ പ്രാപിച്ചു. ദിവസങ്ങളിൽ വീടടക്കം ആനന്ദിക്കുന്ന, സന്തോഷിക്കുന്ന ഒരവസരം ദൈവം തരാൻ പോകുക. ചില കോളിളക്കങ്ങൾ ഉണ്ടാകുന്നത്, ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നിന്നെ തളർത്തിക്കളയാനല്ല, ഇല്ലാതാക്കി കളയാനല്ല. കരമുകൾ ദൈവത്തിന് സ്തോത്രം ചെയ്താവട്ടെ. വീടടക്കം ആനന്ദിക്കാൻ വേണ്ടി ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കാരാഗ്രഹ പ്രമാണിയുടെ ജീവിതത്തിന്റെ വിടുതൽ ദൈവം കണ്ടുവെങ്കിൽ
അവർ വീടടക്കം ആനന്ദിച്ചുവെങ്കിൽ ദിവസങ്ങളിൽ വീടടക്കം ആനന്ദിക്കുവാൻ വേണ്ടി ദൈവം ഒരുക്കുന്ന ദൈവത്തിന്റെ വഴികൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരുവന്റെ വീട് പൊളിക്കേണ്ടി വന്നപ്പോൾ മറ്റൊരു വശത്ത് അവന്റെ വീട് പണിതുയർത്തുവേണ്ടി എത്തുന്നു. കാരാഗ്രഹത്തിൽ വാതിലുകൾ തുറന്നതുകൊണ്ട്, ചങ്ങല കഴിഞ്ഞു വീണതുകൊണ്ട് അടിസ്ഥാനം ഇല്ലാതിരുന്ന കാരാഗ്രഹ പ്രമാണിക്ക് അടിസ്ഥാനങ്ങളുള്ള ദൈവസഭയുടെ പ്രമാണങ്ങളെ വിശ്വസിപ്പാനിടയായതുപോലെ ദിവസങ്ങളിൽ ചില തടസ്സങ്ങൾ മാറി ദിവസങ്ങളിൽ വീടടക്കം സന്തോഷിക്കുന്ന അനുഭവത്തിലേക്ക് ദൈവാത്മാവ് നയിക്കാൻ പോകുന്നതിനായി ഞാൻ ദൈവത്തിന് കോടാനുകോടി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് കർത്താവായ യേശുവിൽ നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് നാമും നമ്മുടെ കുടുംബവും രക്ഷ പ്രാപിക്കും. ദിവസങ്ങൾ അനേകര് കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് കുടുംബങ്ങൾ രക്ഷ പ്രാപിപ്പാനിടയാകട്ടെ എന്നുള്ള ദൂത് കൈമാറിക്കൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.